السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. फिर സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും അനുസരിച്ചിട്ട് അള്ളാഹുരെ ഇഷ്ടപ്പെടരെ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ പെടകു ശ്രമിക്കണു ചൊന്തു ഓരോരുത്തരൊട്ടുകയും നസീഹത്ത് ആക്കിയുള്ള വസീയത്ത് ആക്കിയുള്ള അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടരെ നല്ല അടിമമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇണ്ട് ലോകത്തെ ഒരു അവസ്ഥ ചൊല്ലത് വ്യത്യസ്തമായ രൂപത്തിൽ ഫിത്നയും അതേപോലെ വേറെ വേറെ രൂപത്തിലുള്ള ബലാവും മുസീബത്തും സംഭവിച്ചോ ഉള്ള നടന്നോ ഉള്ള ഒരു കാലത്തിലായിട്ടിക്ക് ഞങ്ങൾ ജീവിച്ചോ ഉള്ളത്. ഞങ്ങളെ റായത്തുക്ക് ഞങ്ങൾ നോക്കിയിട്ടായെങ്കിൽ അവിടെയും വേറെ വേറെ രൂപത്തിലുള്ളത്തെ ഉപദ്ര ഞങ്ങളെ റായത്ത് പ്രത്യേകിച്ചും മുസ്ലിമറങ്ങ അനുഭവിച്ചുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളെ റായത്ത് ശക്തമായിട്ട് നടക്കണായ ഒന്നു അള്ളാഹുരെ ദീനരെ ദഅവത്തായിട്ടിക്കർ അതിരെ പ്രബോധനായിട്ടിക്കർ. അള്ളാഹുരെ ദീനരെ ദഅവത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആക്കുറാറ അത്രത്തോളം നിങ്ങൾക്ക് അള്ളാഹുരെ സഹായ കിട്ടിയോ ഇക്കറ് ചൊല്ലത് ഖുർആനും ഹദീസും നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെക്കത്തെ ആശയായിട്ടിക്കർ. അപ്പം അള്ളാഹുരെ ദീനരെ ദഅവത്ത് ചൊല്ലുമ്പോൾ ഈ പ്രോബ്ലംസും അതേപോലെ ബലാവും മുസീബത്തും ഫിത്തനയുമല്ല യാറ ആവുമ്പത്തുകും ചില ആൾമാർ ചൊല്ലാറ് മുസ്ലിമരങ്ങളെ ഇടല് ഐക്യ ഇല്ലാത്തത് കൊണ്ടിട്ടിക്കറ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവുന്നത്. മുസ്ലിമരങ്ങളെ ഇടല് ഒగ్గട്ടില്ലാത്തത് കൊണ്ടായിട്ടിക്കറ് ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കേണ്ടി വേണ്ടത്. ಅದಕ್ಕೆ ನಂಗೆ ಎಂದ್ರಾಕಣು ಮುಸ್ಲಿಮರಂಗೆಲ್ಲ ಒಟ್ಟಿಗೆ ಆವಣು ಅದು ഒരു നല്ല വിഷയമായിട്ടിക്കർ. കാരണം മുസ്ലിം ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം പിന്നെ ഒരു മുസ്ലിമരെ സഹോദരായിട്ടിക്കറ. യശുദ്ദു ബഅദുഹു ബഅദ, അങ്ങ് പരസ്പര ശക്തിപ്പെടുത്തുന്ന ആൾമാരായിട്ടിക്കറാർ. പിന്നെ ഒരു ഹദീസിൽ ചൊന്നത് അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ, ഒരു ബിൽഡിംഗ് പോലെ ആയിട്ടിക്കറാർ മുസ്ലിം റങ്ങ ചൊന്നിട്ടായി. അപ്പൊ ഐക്യപ്പെടണായതും മുസ്ലിം റങ്ങ ഒട്ടിಗೆ ആവണു ചൊല്ലതിൽ യാതൊരു സംശയവുമില്ല. ആയെങ്കില എങ്ങനെ ഒട്ടിಗೆ ആവണു ചൊല്ലതായിട്ടിക്കറ് ഉടനങ്ങ മനസ്സിലാക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തല്ലേ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ എങ്ങനെ ഒട്ടിಗೆ ആവണം?
അള്ളാഹുരെ ഹബിൽ, അള്ളാഹുരെ ആ ഒരു ബല്ലി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നതായ ആദർശ, ആ ആശയ അതിരെ ಗಟ್ಟಿ പിടിച്ചിട്ടായിട്ടിക്കണു നിങ്ങ ഒಟ್ಟಿಗೆ ആവണായത്. അതിരെ കൈവിട്ടിട്ടു ഞങ്ങെല്ലാരും ഒಟ್ಟಿಗೆ ചൊന്ന സത്തക്ക് ഒരിക്കലും ഒಟ್ಟಿಗೆ ആവൂ സാധ്യ ഇല്ല ചൊല്ലതൈറ്റിക്കർ. അപ്പൊ ചില ആൾമാർ ഒಟ್ಟಿಗೆ ആവണു ചൊല്ലുമ്പോ അങ്ങ ഉദ്ദേശിക്കുന്നത് മുസ്ലിമരങ്ങളിടയിൽ ಬೇರೆ ಬೇರೆ ರೂಪത്തിലുള്ള ചർച്ചയും, മുസ്ലിമരങ്ങളിടയിൽ ಬೇರೆ ಬೇರೆ ರೂಪത്തിലുള്ള അഭിപ്രായ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. അതെല്ലാം വിട്ടിട്ടു ഞങ്ങളെല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാം. ആ അഭിപ്രായ വ്യത്യാസവും ചർച്ചയും തർക്കവുമല്ല ഞങ്ങൾക്കിനി വേണ്ട. വാദപ്രതിവാദവും മുഖാമുഖവും അതേപോലെ ഉള്ള സമ്മേളനവും ഇതെല്ലാം ഞങ്ങൾ വിട്ടുവിടാം. ഉണ്ട് ഞങ്ങളെ റായത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചോ ഉള്ളത് ഫാസിസ്റ്റ് ഞങ്ങളെ ഉപദ്രവമായിട്ടിക്കർ, ബുദ്ധിമുട്ടായിട്ടിക്കർ. അപ്പൊ അതിരെ ഞങ്ങൾ എല്ലാവരും അതിരെതിർക്കും ഞങ്ങൾ ಹೋರಾടാം. അത് നല്ല വിഷയമേ, ಹೋರಾಡ್ರ ಸಂದರ್ಭത്തിൽ ಹೋರಾಡೋಣ. ആയെങ്കിൽ പിന്നൊരു ജാഗയിൽ ആ ಹೋರಾಡ್ರೆ ആ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് കൊണ്ടു നടക്കണായെങ്കത്തെ ദഅവത്തും തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലയും സുന്നത്തും ബിദ്അത്തിനെതിരെ ആ ഒരു ಹೋರಾಟ അതിരെ ബുട്ടു നിന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം ആക്കിയാണ്ടായെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടല ചൊല്ലതേറ്റിക്കർ. നോക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറത്തെ 213 ആയത്തിൽ ചൊല്ലൊരു പലക്കമുണ്ട്. അല്ലാഹു ചൊല്ലത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യന്മാർക്കിടയിലെ ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്തുണ്ട്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമുരങ്ങളിടയിലുണ്ടല്ല, മുസ്ലിം അല്ലാത്തവണേ ഇല്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എല്ലാവരും ഒരേ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടം ഇന്നുണ്ട്. അത് എപ്പായിട്ടിക്കർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, കാന ബൈന നൂഹിൻ വ ആദമ 10 ഖുറൂൻ. നൂഹ് നബി അലൈഹിസ്സലാമും ആദം നബി അലൈഹിസ്സലാമും ബണ്ടതരടല് 10 കർൺ 10 തലമാറു ഇന്നുണ്ടായിട്ടിക്കർ, അല്ലെങ്കിൽ 10 സെഞ്ചുറി ആ ആദം നബിയും നൂഹ് നബിയുടെ ഇടയിൽ കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്. അപ്പൊ അല്ലാഹു ചൊന്ന ഈ ഉമ്മത്തുൻ വാഹിദ എല്ലാരും ഒട്ടിಗೆ ഇന്നാറ് ചൊല്ലದರ അർത്ഥ ಎಂದರೆ അങ്ങലെടൽ അഭിപ്രായ വ്യത്യാസം ഇന്നിട്ടും ಅದರ വിഷയത്തിലും ഉണ്ടാണ്ടിന്നാറിട്ട അല്ല. അങ്ങലെടല് ശരീഅത്തിര വിഷയത്തിൽ ദീനര വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അങ്ങെല്ലാരും ഒട്ടിಗೆ ഇന്നാറുണ്ട്. പിന്നെ എപ്പ ഇങ്ങ വേറെ വേറെ ആയി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഫഖ്തലഫു. പിന്നെ അങ്ങലെടൽ ഇഖ്തിലാഫ് ബന്ത്. എന്തൊരു ഇഖ്തിലാഫ് വന്നേ? ഈ 10 തലമാറ് കല്യൽ പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം ബണ്ടതുക്കു മുന്നുള്ള അങ്ങലെടലിക്ക് ഷിർക്ക് കടന്നു ബന്ത്. അള്ളാഹുരെ ദീനരെ ശരീഅത്തിരെ ലാ ഇലാഹ ഇല്ലല്ലത്തിക്ക് വിരുദ്ധമായത്തെ ഒന്നങ്ങലെടക്ക് കടന്നു ബന്ത്. അപ്പൊ കടന്നു വന്നപ്പോ എന്താക്കിയേ? ഫബഅസല്ലാഹു നബിയ്യീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കടത്തിയ. ഫസ്റ്റ് നൂഹ് നബിയെ കടത്തിയ, പിന്നെ ഓരോ കാലഘട്ടത്തിലും നബിമാരെ കടത്തിയ. എന്തിനേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കടത്തിയത്? നബിമാരെ കടത്തിയിട്ട് ഇതാ നിങ്ങൾ എല്ലാവരും ഇനി ഒട്ടിಗೆ ആവറും, നിങ്ങൾ ആരും ഇനി അഭിപ്രായ വ്യത്യാസത്തിലാവണ്ട, ഈ വിഷയത്തിലൊന്നും നിങ്ങളിടയിൽ തർക്ക വേണ്ട ചൊല്ലുക നബിമാരെ കടത്തിയ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കടത്തിയതിന്റെ വിഷയത്തിൽ അള്ളാഹു ചൊല്ല, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാം ആൽമാർ അത്രത്തോളം ആദം നബി അലൈഹിസ്സലാം പഠിപ്പാട്ടിയെ, അല്ലെങ്കിൽ ആ ഒരു 10 സെഞ്ചുറിയിൽ 10 തലമാറിലും അങ്ങ് പഠിച്ചു വന്നതായ ആദർശത്തിൽ അങ്ങ് ചേഞ്ചസ് വന്നാർ. അങ്ങ മരിച്ചുപോയതായ അങ്ങനെ വലിയ വലിയ മഹാന്മാരെ വിളിച്ചിട്ട് ദ്വാർക്കുക തുടങ്ങിയാർ. അങ്ങനെ കബറിന് മുട്ട പോയിട്ട് ഇഅ്തികാഫ് തയ്ക്കുക തുടങ്ങിയാർ. അങ്ങനെ ഇസ്ലാമിൽ ഇല്ലാത്ത ശരീഅത്തിൽ ഇല്ലാത്ത വിഷയത്തെ അങ്ങ് കൊണ്ടുവന്നപ്പോ അള്ളാഹു ചൊല്ലുന്ന നാണ് നൂഹ് നബി അലൈഹിസ്സലാമരെ കടത്തിയ. എന്തിനാ നൂഹ് നബി ചൊന്നേ? നൂഹ് നബി അങ്ങൾട്ട നിങ്ങാറും ഗലാട്ടാക്കണ്ട, അവിടെ കബറിനെ മുട്ട ആ കബറിലുള്ള ആൾമാരട്ട് ദ്വാർക്കറങ്ങ, അവിടെ ദ്വാർക്കണ്ട ചൊല്ലങ്ങ ദ്വാർക്കാൻ ടിക്കറ്റ്. അതല്ലെങ്കിൽ കബറിനെ മുട്ട എത്തിക്കാഫ് ദയിക്കറങ്ങ, അവിടെ അങ്ങ് എത്തിക്കാഫ് ദയിക്കട്ട്. ഇത്തികാഫ് ദയിക്കണ്ടാത്തങ്ങ ദയിക്കാൻ ടിക്കറ്റ്. നിങ്ങ പരസ്പര ഗലാട്ടാക്കണ്ടല്ല നൂഹ് നബി അലൈഹിസ്സലാം ചൊന്നി. നൂഹ് നബി ചൊന്നി, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നിങ്ങാക്കരുത് സരിയല്ല, ഒരേ അള്ളാഹുരെ നിങ്ങൾ ആരാധിക്കൊള്ളൂ. ഇതായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം ചൊന്നി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ വേറെ
ഇഖ്തിലാഫുലായത് ഇഖ്തിലാഫുണ്ട് അള്ളാഹു ചൊന്ന് എന്തിരുടെ വിഷയത്തിൽ അങ്ങ് അള്ളാഹു പഠിപ്പാട്ടിയ ആദർശത്തിൽ നിന്നിട്ട് അങ്ങ് എന്തായാറ് ഇഖ്തിലാഫായാറ്. അപ്പൊ അങ്ങനെ ഒട്ടികാക്കുക അള്ളാഹു കൊണ്ടുവന്ന സൊല്യൂഷൻ എന്തിനെ അള്ളാഹു ഒരു ആദർശത്തുക്ക് അങ്ങനെ കുമ്പന്നേറ്റിക്കർ. നൂഹ് നബി അലൈഹി സ്വലാം ഒരുത്തനെയിന്ന് നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം 950 years അയാൾ ദഅവത്താക്കിയത്. അയാൾക്ക് കിട്ടിയത് കാലി 70 ആൽമാരെ മാത്രം. അള്ളാഹു ചൊന്ന ഈ 70 ആൽമാരായിട്ടിക്കാറ് ഹക്കിലുള്ള ആൽമാരായിട്ടിക്കർ. അള്ളാഹു ചൊന്നത് ഈ 70 ആൽമാരായിട്ടിക്കാറ് അങ്ങ് ഹക്കിലുള്ളത്. ബാക്കി അങ്ങ് ഇഖ്തിലാഫായിട്ട് പോയിരാർ. ലാക്ക് കണക്കിന് ആൽമാർ അപ്പുറത്തുള്ളാർ അങ്ങ് ഇഖ്തിലാഫിലുള്ളാർ. എൻ്റെ റായത്ത് ചില ആൽമാർ ചൊല്ലുന്നതായിട്ടിക്കർ എന്തിനെ എല്ലാരും അങ്ങലങ്ങളേതായ രൂപത്തിലുള്ളാറ്. എല്ലാരും അങ്ങലങ്ങളെ ആൽമാർക്ക് നസീഹത്തും വാഴലും ക്ലാസ്സും എല്ലാം എടുത്തു കൊടുത്തു ഉള്ളാറ്. നിങ്ങ മാത്ര അങ്ങല ദൂരേ അവിടെ പോയെങ്കിൽ ഇങ്ങലെ ദൂരേ അങ്ങാക്കൃത് സരിയല്ല ഇങ്ങാക്കൃത് സരിയല്ല എന്തൊക്കെ നിങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസം കൊമ്പണ്ടിട്ടിക്കർ അവിടെ ഇട്ടിക്കർ. നൂഹ് നബി അലൈഹിസ്സലാം ഇട്ട് അള്ളാഹു ചൊല്ല നൂഹ് നബിയും നൂഹ് നബിയുടെ ഒട്ടിക ഉള്ള 70 ചില്ലറ ആൽമാർ ആ നമ്പറിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അയെങ്കിൽ ആ ഒരു 70 ചില്ലറ ആൽമാർ നിങ്ങൾ ഇട്ടിക്കറാറ് ഹക്കളുള്ള ബാക്കി നിങ്ങളെ ബാത്തിലിട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ. പിന്നെ അള്ളാഹു ഓരോ കാലഘട്ടത്തിലും നബിമാരെ കടത്തിയ ഹൂദ് നബി അലൈഹിസ്സലാമരെ കടത്തിയ ഹൂദ് നബി അലൈഹിസ്സലാം വന്നിട്ട് എന്തിനു ചൊന്ന് യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അതേ പലക്ക അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അതേ പലക്കത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി 23-ാമത്തെ ആയത്തിൽ. ബദല 24-ാമത്തെ ആയത്തിൽ അള്ളാഹു ബദല ചൊല്ലി എന്തിന് വൈലാ സമൂദ അഖാഹും സാലിഹ. സമൂദ് ഗോത്രത്തിക്ക് സാലിഹ് അലൈഹിസ്സലാമരെ കടത്തിത്ത് എന്തിനാ സാലിഹ് അലൈഹിസ്സലാം ചൊന്നി യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അതേ പലക്ക നീ അള്ളാഹു അല്ലാണ്ട് നിങ്ങൾക്ക് ഇലാഹില്ല, ഒരു ചേഞ്ചസും ഇല്ല, സെയിം പലക്കൈട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലത്. പിന്നെ 25-ാമത്തെ ആയത്തുക്ക് വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു ചൊല്ലേ വഇബ്രാഹീമ ഇദ് ഖാല ലിഖൗമിഹി ഇഅ്ബുദുല്ലാഹ് വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ചൊല്ലത് അതേ പലക്കൈട്ടിക്കർ. 26-ാമത്തെ ആയത്തുക്ക് വരുമ്പോൾ അവിടെ ശുഐബ് നബി അലൈഹിസ്സലാമയുടെ പലക്ക. ശുഐബ് നബി അലൈഹിസ്സലാമർ അള്ളാഹു ചൊല്ലു വഇലാ മദിയന അഖാഹും ശുഐബ. മദിയനിക്ക് ശുഐബ് അലൈഹിസ്സലാമർ അള്ളാഹു കൊടുത്തിയ ശുഐബ് നബി ചൊന്നെന്തരെ യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾക്ക് അള്ളാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല, അള്ളാഹുരെ മാത്രം നിങ്ങൾ ആരാധിക്കറു. പിന്നെ 27-ാമത്തെ ആയത്തുക്ക് വന്ന് അവിടെ ഈസാ നബി അലൈഹിസ്സലാം വന്ന് ഈസാ നബി അലൈഹിസ്സലാമും ചൊല്ലുന്നേ ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അതേ പലക്കൈട്ടിക്കർ ഈസാ നബി അലൈഹിസ്സലാമും ചൊന്നതിട്ടൈട്ടിക്കർ ഞങ്ങൾക്ക് കൂടെ മനസ്സിലാക്കൂ സാധ്യമാണ്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കണായത് നൂഹ് നബി അലൈഹിസ്സലാമരെ പിടിച്ചിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോലോ അങ്ങനെ സമുദായത്തിലെല്ലാം ഇഖ്തിലാഫ് ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ആൽമാർ 2 വിഭാഗമായിരാർ. ആ സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ ഒగ్గട്ടുണ്ടാക്കി എങ്ങനെ അള്ളാഹുരെ മാത്രം നിങ്ങൾ ആരാധിക്കറൂ. അള്ളാഹു ഇഖ്തിലാഫുണ്ട് ചൊന്നരമേന്ദ്രെ ഈ ആ അള്ളാഹുരെ മാത്രം ആരാധിക്കുന്നതിൽ നിന്നിട്ട് ആൽമാർ പുട്ടു നിന്റെതിരായിട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിക്കട്ടു അല്ലെങ്കിൽ ഇഖ്തിലാഫ് ചൊന്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അപ്പൊ ഊടെ ഇട്ടിക്കർ ഞങ്ങൾ മനസ്സിലാക്കണായത് ഒగ్గട്ടുണ്ടാവണായത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്തരെ മുന്നോൽ വെച്ചിട്ട് ഇട്ടിക്കർ എപ്പോഴും ഒగ్గട്ടുണ്ടാവണായത്, എല്ലാവരും ഐക്യപ്പെടണായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്തരെ മുന്നോൽ വെച്ചിട്ട് ഇട്ടിക്കർ. അതല്ലാണ്ട് ഭൗതികമായ കാരണത്തിക്ക് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ റായത്തിൽ ഒട്ടിക ഉണ്ടായ സന്ദർഭം ചിലപ്പോൾ ചില റായത്തിൽ പണ്ട് അത് ഭൗതികമായ ചില കാരണത്തിക്ക് അത് ഒട്ടികാവുറാർ. ചിലപ്പോൾ ചില അസോസിയേഷനും ഓർഗനൈസേഷനും എല്ലാം ചിലപ്പോൾ ഉണ്ടാവും. അവിടെ ഭൗതികമായ കാരണത്തിക്ക് എല്ലാ വിഭാഗത്തെ ആൽമാരും ചിലപ്പോൾ ഇക്കറാർ. മാത്ര നാണ് ആ വിഭാഗത്തിൽ ഒരു ഓർഗനൈസേഷനിൽ നാണുള്ള, നാണൊരു സംഘടനയിൽ നാണുള്ള, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നല്ലതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയായിട്ട് ഇക്കറുടെ കാരണത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്തിന് ദൂരെ വെക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് വേണ്ട. ഷിർക്കും ബിദഅത്തും ഖുറാഫാത്തും നടക്കുമ്പോൾ അവിടെ മുണ്ടതേക്കുണായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് വേണ്ട. അത് ഖൈറല്ല ഒരിക്കലും, അത് ഷർറായിട്ടിക്കറ് ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണായിട്ടിക്കർ. നോക്കൊരു സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്ത് അല്ലെങ്കിൽ ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്ത് പഠിപ്പാട്ടതായ ഈ ആദർശം ഇതിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്. ഞങ്ങളെല്ലാം ഞങ്ങൾ വിചാരിക്കരുത്
ನಂಗ ಪರ್ಫೆಕ್ಟ್ ಉಲ್ಲ, ನಂಗ ಇನ್ನ ಬೋಲಮೆ ಮರಿಕ್ಕಿರ ಉಡುತ್ತೋಲಿಕ್ಕಿರ, ನಂಡೆ ಕುಟುಂಬവും ನಂಡೆ തലമാറും ನಂಡೆ എല്ലാ മക്കവും പുള്ളിമാറും എല്ലാരും ഇതേ ആദർശത്തിലും ലാ ഇലാഹ ഇല്ലല്ലലും അതേപോലെ ഇസ്ലാമിലും ഈമാനിലും ഇക്റാറ് ചൊല്ലിട്ട് ഗ്യാരണ്ടി ആയിട്ടിക്കറ ഞങ്ങൾ ഓരോരുത്തരും വിചാരിച്ചുള്ളത്. നോക്കൊരു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ ഒരു ദുആ ഉണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആറ് ഞങ്ങൾക്ക് ഗൊന്തുണ്ട്. തൗഹീദിന് വേണ്ടിയിട്ട് എത്രമാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിയെടുത്തത് ഞങ്ങൾക്ക് ഗൊന്തുണ്ട്. അതെ, ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ചൊന്നത് മില്ലത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളെ അബ്ബ ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ മില്ലത്തായിട്ടിക്കർ ഇത് ഇട്ടായിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം ഉണ്ടായെങ്കിൽ അബുൽ അംബിയ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിട്ടിക്കർ ഞങ്ങൾ പഠിക്കിற. ഈ തൗഹീദര ആദർശത്തെ, ഈ മില്ലത്തു ഇബ്രാഹിമിന്റെ പ്രാധാന്യത്തെ ഞങ്ങൾ പഠിക്കിற. അവിടെ നോക്കറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ ഒരു ദുആ ഉണ്ട് ഖുർആനിൽ. എന്തൊരു ദുആ? അല്ലാഹുവേ വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജുനുബ്നി വബനിയ, അല്ലാഹുവേ നന്റെയും നന്റെ മക്കളെയും നീ രക്ഷിക്കൊണു റബ്ബേ, നീ കാക്കൊണു റബ്ബേ, അല്ലെങ്കിൽ നീ പ്രൊട്ടക്ട് ആക്കൊണു റബ്ബേ. അൻ നഅ്ബുദൽ അസ്നാം, അസ്നാമറ സനമറ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നിട്ട് അല്ലാഹുവേ നന്റെയും നന്റെ മക്കളെയും നീ കാത്ത് രക്ഷിക്കൊണു റബ്ബേ. ആറ് ദുആ ഇർക്കറേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെ ഇട്ടിക്കറ് ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിന്റെ കലിമത്തിരെ, ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിന്റെ പലക്കത്തെ പ്രാധാന്യത്തെ ഞങ്ങൾ മനസ്സിലാക്കണായത് അവിടെ ഇട്ടിക്കറ്. മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അയാള് ചൊല്ലിയത് ഞങ്ങൾക്ക് കാണുക സാധ്യവർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമരെ ഈ ഒരു പലക്കത്തെ വിശദീകരിച്ചിട്ട് അയാൾ ചൊല്ലു, അല്ലാഹു അക്ബർ ഇമാമുൽ മുവഹിദീൻ, മുവഹിദീങ്ങളെ ഇമാമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. الذي حطم الأصنام يدعو بهذا الدعاء الذي حطم الأصنام, വിഗ്രഹത്തെ പൊളിച്ചതായി, വിഗ്രഹത്തെ ഇല്ലാണ്ടാക്കിയതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം യദ്ഉ ബിഹാദ ദുആ, ഈ ദുആർന്നുണ്ട്. അല്ലാഹു അക്ബർ. എത്ര ഷോക്ക് ആയിട്ടിക്കർ. വല്ലദീ ജാഹദ ലികൈ ലാ യുഅബദ ഇല്ലല്ലാഹ്, അല്ലാഹുരെ മാത്രം ആരാധിക്കണോ ചൊല്ലിന്റെ ആശയത്തെ കൊമ്പറകു വേണ്ടിയിട്ട് ജിഹാദ് ആക്കിയങ്കത്തെ, ത്യാഗ ആക്കിയങ്കത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുരട്ട ഈ ദുആർന്ന ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങ എത്രത്തോളം ഈ ദുആർക്കൊണ്ടുട്ടിക്കർ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടവുള്ളത്. നമുക്കൊരു യാക്കൂബ് നബി അലൈഹിസ്സലാമറെ ദുആ. യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ മരണ, അയാളുടെ വഫാത്ത് മുന്നലായ സന്ദർഭത്തിൽ അയാളുടെ മക്കളെ ബിക്കൽ ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, ഒരു നബി ആയിട്ടിക്കർ. ആ നബി അയാളുടെ മക്കളെ വിളിച്ചിട്ട് കേക്കറ, മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങ നണ്ടൽ പിന്നെ എന്തിനെ നിങ്ങൾ ആരാധിക്കാർ? അങ്ങ ചൊന്നാറ് ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ്. യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് ഗൊന്തുണ്ട്, അബ്ബ നബി ബോബ നബി അങ്ങനെ പരമ്പരമേ നബിയുടെ പരമ്പര ഇട്ടിക്കർ. ആ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളൊട്ടിക്ക് കേക്കറേ, നാണ് മറിച്ചെങ്കിൽ നിങ്ങൾ എന്തിനെ ആരാധിക്കാറ്? ഇവിടെ ഓരോ അബ്ബമാരും ഞങ്ങൾ ശ്രദ്ധിക്കണ എനിക്കത്തൊരു വിഷയമുണ്ട്. ഞങ്ങളെ കുടുംബത്തിക്ക് ഞങ്ങൾ അങ്ക് ഭൗതികമായ എഡ്യൂക്കേഷൻ വേണ്ടി എത്ര ഞങ്ങൾ കൊടുക്കുക, അങ്ക് ദുനിയവിയായ എല്ലാ സൗകര്യം ഞങ്ങൾക്ക് ആക്കി കൊടുത്തുക. ചിലപ്പോൾ ഒരു മദ്രസത്തുക്കും ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇട്ടിട്ടിക്കുക. ഈ തൗഹീദ് ചൊല്ലിന്റെ ഈ ഒരു കലിമത്തുണ്ടല്ലേ, ഈ തൗഹീദ് ചൊല്ലിന്റെ കലിമത്തെ പ്രാധാന്യത്തെ ഞങ്ങൾ എത്രത്തോളം ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുത്തുക. ഞങ്ങൾ ആലോചനാക്കുന്ന വിഷയം ഇട്ടിക്കർ. യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു നബി ആയിട്ടിക്കർ, അയാളുടെ അബ്ബ നബി ആയിട്ടിക്കർ, അയാളുടെ ബോബ നബി ആയിട്ടിക്കർ, അങ്ങനെ പരമ്പരമേ നബിയുടെ പരമ്പര ആയിട്ടിക്കർ. ആ യാക്കൂബ് നബി തൻ്റെ മക്കളെ മരിക്കുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് അയാളുടെ സ്വത്തുരെ കണക്ക് ചൊന്തു കൊടുക്കറല്ല, അവിടെ ഇത്ര ജാഗയുണ്ടോ, അവിടെ ഇത്ര ജാഗയുണ്ടല്ല, നണ്ടൽ പിന്നെ നിങ്ങൾ ആരെ ആരാധിക്കാറുണ്ടായിട്ടിക്കർ അയാൾ കേട്ടോല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഞങ്ങളെ കുടുംബത്തെ തൗഹീദ് പഠിപ്പാട്ടി കൊടുക്കുക എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ അള്ളാഹുരെ തൗഫീഖ് കൊണ്ടിട്ട് ഞങ്ങൾ ഈ തൗഹീദരെയും ഈ കലിമത്തരെയും ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അത് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മയ്യാവല ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ಅದರ A to Z ನಂಗೆ ಪಡಿಪಾಟಿ ಕೊಡ್ಕೊಂಡು ಎಂದರೆ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲ ಎಂದರೆ ಅದರ ಅರ್ಥ ಎಂದರೆ ಎಪ್ಪ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲ ಬಾತಿಲ ಅವರೇ ತೌಹೀದ್ ಎಂದರೆ ಸುನ್ನತ್ ಎಂದರೆ ಬಿದ್ಅತ್ ಎಂದರೆ ಶಿರ್ಕ್ ಎಂದರೆ ಇದು ನಂಗೆ ಪಡಿಪಾಟಿ ಕೊಡ್ಕೊಂಡು ಓರೋ ಅಬ್ಬರೆയും ഓരോ ഉമ്മരെയും നിർബന്ധ ബാധ്യതയിൽ പെട്ടതായിട്ടിക്കറ് ഇത് പടിപ്പാട്ടി കൊടുക്കറേ ചൊല്ലുന്നത്. അത് മാത്രം പടിപ്പാട്ടി കൊടുത്തെങ്കിൽ മയ്യാവല. അതിരെ ഓപ്പോസിറ്റായ ഷിർക്കും
ആ ഷിർക്ക് എവിടെല്ലാം നടന്നുകൊണ്ട് ആ ഷിർക്കുള്ള ഉദാഹരണ അങ്ങനെ തുടങ്ങി എല്ലാം ഞങ്ങൾ പടിപ്പാട്ടി കൊടുക്കണേ ടിക്കർ. കാരണം എന്തേ സഹോദരന്മാരെ, നാളെ പരലോകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു സന്ദർഭം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ നാളെ പരലോകത്ത് വല്ലദീന ആമനു വത്തബഅതു ദുർരിയത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും. നാളെ പരലോകത്ത് വല്ലദീന ആമനു വിശ്വസിച്ച ആൾമാർ, ഈമാനുള്ള ആൾമാർ, വത്തബഅതു ദുർരിയത്തുഹും ബിഈമാൻ, അതേപോലെ അങ്ങളെ ദുർരിയത്ത്, അങ്ങളെ പരമ്പര, അങ്ങളെ മക്ക അബ്ബമാരെ ഫോളോ ആക്കുറാർ. എന്തിന്റെ വിഷയത്തിൽ? ഈമാന്റെ വിഷയത്തിൽ. അബ്ബക്ക് തൗഹീദുണ്ട്, മക്കവും ആ തൗഹീദ് പഠിച്ചിട്ട് ആ ഈമാനിലായിട്ടിക്കർ നാളെ പരലോകത്ത് അങ്ങ് അള്ളാഹുരെ കണ്ടുമുട്ടിട്ടായെങ്കിൽ മക്കവും അബ്ബ പഠിച്ച അതേ ഷിർക്കിന് ഗൗരവം മനസ്സിലാക്കിയിട്ട് അങ്ങ് ജീവിച്ചിട്ടുള്ളേട്ടായെങ്കിൽ ഇങ്ങളെ ജണ്ടാലയും അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, ഇങ്ങളെ ജണ്ടാലയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിൽ ഒട്ടികയാക്കിറാണ്ട്. അതല്ലെങ്കിൽ അള്ളാഹു നാളെ പരലോകത്ത് ഒട്ടികയാക്കില്ല. അബ്ബ സ്വർഗത്തിലും മക്ക നരകത്തിലും, മക്ക സ്വർഗത്തിലും അബ്ബ നരകത്തിലും അത് സംഭവിക്കുക അള്ളാഹു കാത്തരക്ഷിക്കട്ടെ. അപ്പൊ അത് ഇല്ലാണ്ടിക്കൊക്കെ ഞങ്ങൾ എന്താക്കണു? ഞങ്ങളെ മക്കൾക്ക് ഈ തൗഹീദരെ അല്ലെങ്കിൽ ഈ റിസാലത്തിനെ ഞങ്ങൾ പടിപ്പാട്ടി കൊടുക്കണു ചൊത്തേട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കണായത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്ന ആശയത്തെ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊന്ന ആദർശത്തെ ഇതൈട്ടിക്കറ് ഞങ്ങൾ ഗട്ടിയാക്കിയിട്ട് പടിപ്പാട്ടണായത്. നോക്കൂ, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ട് പല രൂപത്തിലുള്ള എനിക്കത്തെ വിഭാഗമായിട്ടിക്കർ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ആശയായിട്ടിക്കർ ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊന്നെ കലിമത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ചില ആൾമാർ ചൊല്ലാറ് ഒർക്കല നിങ്ങ ലാ ഇലാഹ ഇല്ലല്ലാ ഷിർക്കും തൗഹീദും അതേപോലെ ഖബർ ആരാധന എല്ലാം ചൊന്നെങ്കിൽ ആൾമാർ മുട്ട പണ്ടില്ല. അപ്പൊ ഞങ്ങൾ എന്താക്ക, അങ്ക് തെല്ല നിസ്കാര, അങ്ക് കള്ളു കുടിക്കുന്നതിന് ഗൗരവ, അതല്ലെങ്കിൽ അങ്ക് കുറെ ദിക്കറല്ല ഞങ്ങൾ ഫസ്റ്റ് ചൊന്തു കൊടുക്കുക. അപ്പൊ അങ്ങനെ കുറെ ദിക്കറും അത് ഇതെല്ലാം ചൊന്നിട്ട് ലാസ്റ്റ് എന്താക്കാറ്, പിന്നെ അങ്ങ് മുട്ടാവുമ്പത്തേക്ക് അപ്പം ഞങ്ങൾക്ക് എന്താക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തു കൊടുക്കാണ്ട്. അങ്ങനെയുള്ള ചില വിഭാഗ ആൾമാരെ ഞങ്ങൾക്ക് കാണ്ട് അങ്ങോട്ട് പോയെങ്കിൽ അങ്ങ് നിസ്കാര പടിപ്പാട്ടി കൊടുത്തു വയ്ക്കാറ് ആൾമാർ. മാത്രമാ ആ പഠിച്ചുള്ള ആൾമാരെ കയ്യിൽ ഉറുക്കും മേലസും എല്ലാം ഞങ്ങൾക്ക് കാട്ട്, കൽത്തലിക്കറ് കയ്യിലിക്കറ് എല്ലാം ഒത്തിക്കറ്. ഈ കൽത്തലും കയ്യിലും മേലസും ഉറുക്കും വെച്ചിട്ട് അവിടെ നിസ്കരിച്ചിട്ട് എന്തൊരു ഫായത ഉണ്ട്? ഒരു ഫായതയുമില്ല അല്ലെ. അതല്ലേ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ എന്തിനാ കാണ്ട്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിക്ക് കടത്തിയ ഒരു ചരിത്ര ഞങ്ങൾ എല്ലാവരും പഠിച്ചിരാം. യമന് ആറ് അഹ്ലുൽ കിതാബിന്റെ റായത്ത് കയറ്റിക്കു പോണ്ടത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്തിനാ ചൊന്നേ, നിങ്ങൾ ഫസ്റ്റ് എനിക്ക് നിസ്കാര പടിപ്പാട്ടി കൊടുക്കറും, അങ്ങ് നിസ്കരിച്ചിട്ടുള്ള മുട്ടാവുമ്പത്തേക്കും നിങ്ങൾക്ക് എന്താക്കറു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലറുണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ക് കുറെ ദിക്ർ പടിപ്പാട്ടി കൊടുക്കറും, അങ്ങ് ദിക്റെല്ലാം ചൊന്നിട്ട് മുട്ടാവുമ്പത്തേക്കും അങ്ക് തൗഹീദ് പടിപ്പാട്ടുറുണ്ടാ. അല്ല, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, യാ മുആദ് ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദ് നിങ്ങൾ പോണ്ടത് അഹ്ലുൽ കിതാബായ ആൾമാർ കേട്ടിക്കർ. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫസ്റ്റ് നിങ്ങൾ വിളിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊത്തു കൊടുക്കണുണ്ട്. അതേട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാട്ടി തന്നതായ മാർഗ ചൊല്ലി, അതേട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാട്ടി തന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തങ്ങ അംഗീകരിച്ചാറുണ്ടായെങ്കിൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾ നിസ്കരിക്കുക ചൊല്ലറും, അങ്ങ് നിസ്കരിച്ചെങ്കിൽ പിന്നെ അങ്ങ് നിങ്ങൾ സക്കാത്തിന്റെ വിഷയം ചൊന്തു കൊടുക്കും. ആ ഓർഡർ എട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് കാട്ടിത്തട്ടത്. അപ്പൊ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കെട്ടിക്കറി എല്ലാ സന്ദർഭത്തിലും എല്ലാ ജാഗിലും പ്രാധാന്യ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കെട്ടിക്കർ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന സബുൽ സമൂഹത്തിൽ ഒരു ബിക്കട്ട് ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നവിടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവിടെ എപ്പോഴും ഐക്യ മാത്രം ഉണ്ടാവരെ ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൂരെ വെച്ചിട്ട് ഏത് ഐക്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടായെങ്കും, എത്ര വലിയ ഒഗട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടായെങ്കും അത് നിലനിൽക്കില്ല ചൊല്ലത് ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ടീക്കർ. അപ്പൊ ഇതൊക്കെ വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ വിഷയത്തിൽ ചൊല്ല, ഞാൻ ഫസ്റ്റ് ചൊന്നല്ലേ, അങ്ങ എപ്പോഴും വിമർശിക്കുന്നതായ ആൾമാർ എനിക്ക് എപ്പോ നോക്കിയെങ്കും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലുകൂല്ലേ. നിങ്ങൾ കേട്ടിട്ടിക്കുവാർ, എന്ത് കേട്ടെങ്കും എന്തും എനിക്ക് ഷിർക്ക് മാത്ര, എന്ത് വിഷയം വന്നെങ്കും ഷിർക്ക് തൗഹീദ് സുന്നത്ത് ബിദ്അത്ത് അതല്ലാണ്ട് എന്തും എനിക്ക് ചൊല്ലുകയില്ല. എവിടെ പോയെങ്കും അതാക്ക് കുത്തിയറ ഇതാക്ക് കുത്തിയറ, നല്ലത് വേറെന്തും എനിക്ക് ചൊല്ലുകില്ല. ചില ആൾമാർ അങ്ങനെ എത്തിക്കർ.
അങ്ങനെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ചൊല്ല അല്ലാഹു ചൊല്ല ഒരു വിഭാഗം ആൽമാർ ഉള്ളാർ വഇദാ ദുക്കിറല്ലാഹു വഹ്ദ അങ്ങനെ പ്രത്യേകത എന്തേ ദുക്കിറല്ല അല്ലാഹുരെ മാത്രം അങ്ങൾടെ ചൊന്നേണ്ടായെങ്കിൽ അല്ലാഹുരെ മാത്രം നിങ്ങൾ ആരാധിക്കറു അല്ലാഹുക്ക് മാത്രം നിങ്ങൾ ഇബാദത്താക്കറു അല്ലാഹുട്ട മാത്രം നിങ്ങൾ ഇസ്തിഗാസാക്കറു അങ്ങനെ അല്ലാഹു മാത്രം ചൊന്നെങ്കിൽ ഇഷ്മഅസ്സത്ത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ നോക്കറ അല്ലാഹുരെ ആ ഒരു പലക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസാക്കിയ ആ വേർഡും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ആ ഒരു സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ആ രീതിയും ഇണ്ട് ഞങ്ങളെ റായത്ത് കുറെ ആൽമാരെ ഞങ്ങൾ കണ്ടെങ്കും അത് രണ്ടും തമ്മിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മാച്ച് ആക്കുക എന്നിട്ട് അല്ലാഹു ചൊന്നേ അങ്ങൾട്ട അല്ലാഹു മാത്രം ചൊന്നെങ്കിൽ അങ്ങ് ചൊല്ലാറ് ഇഷ്മഅസ്സത്ത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ ആഖിറത്തിലെ മേൽ വിശ്വാസമില്ലാത്ത ആൽമാർ അങ്ങനെ ഖൽബിൽ ഒരു പെടക്കൽ ഉണ്ടാവുന്നുണ്ട് ഇഷ്മഅസ്സ അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അങ്ങനെ ഖൽബിൽ ഒരു ബെറയൽ ഉണ്ടാവുന്നു അങ്ങനെ ഖൽബിൽ ഒരു ചൊരിച്ചിൽ ഉണ്ടാവുന്നു അല്ലാഹു മാത്രം ചൊന്നെങ്കിൽ അങ്ങ് ഭാരി അർസായിട്ടിക്കറ് നിങ്ങൾ ചൊന്നു നോക്കറല്ല ഖബറിനെ മുട്ട പോയിട്ട് ഖബറിൽ മരിച്ചുപോയ ആൽമാരട്ട സഹായ കേൾക്കുന്നതായ ആൽമാർ ഞങ്ങളെ റായത്തിലുള്ള അങ്ങൾട്ട് നിങ്ങൾ ചൊല്ലറില്ല ഈ ഖബറിലുള്ള ആളുടെ നിങ്ങൾ ഒന്ന് കേൾക്കണ്ട അള്ളാഹുട്ട മാത്രം നിങ്ങൾ കേൾക്കറു ചൊന്നെങ്കിൽ അങ്ങൊരു അർസമുണ്ട് നിന്റെ ഒരു പുതിയ ദീൻ ഇത്രത്തോളം ഇല്ലാത്ത ദീൻ ഞങ്ങൾ അബ്ബമാർ ബോബമാർ എല്ലാവരും ആക്കിയതല്ലാത്ത പുതിയ ഒരു ദീനായിട്ടിക്കറ് നിനക്കൊമ്പന്നെ ചൊന്ത് ചില ആൽമാർ ചൊല്ലുകൊണ്ടു നോക്കറു ഞങ്ങ ഇണ്ട് ജീവിച്ചോ ഉള്ള ഈ ഒരു റായ സൗദി അറേബ്യ ചൊല്ലുടെ ഈ റായത്ത് എല്ലാവർക്കും അർസായിട്ടിക്കർ ലോകത്ത് മെജോറിറ്റി ആൽമാർക്കും ഈ റായത്തൊട്ടിക്ക് ഒരു പ്രത്യേകമായ ഒരു അർസ എന്തിനാ ആ അർസത്തെ കാരണം വേറെ എന്തെങ്കിലും ഇങ്ങാർക്കെങ്കും പോയി ഉപദ്രാക്കിയത് കൊണ്ടിട്ട അല്ലെങ്കിൽ സൗദി അറേബ്യ ആർക്കെങ്കും എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടിട്ട അല്ല അതിൽ ആർക്കും ഒരു സംശയം വേണ്ട ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുടെ കലിമത്തിനെ സ്ഥാപിക്കുകയും ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുടെ കലിമത്തിനെ നിലനിർത്തുകയും ഈ റായവും ഈ റായത്തിലുള്ള ഹുക്കൂമത്തും എടുത്ത പണിരത്ര രോഗത്തൊരു റായവും എടുത്തിട്ടിക്കല അത് ഞങ്ങൾ ചരിത്രം പഠിച്ചു നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് ಗೊತ್ತಾവും ചരിത്രം ചൊല്ലുമ്പോൾ 10, 20, 30 വർഷത്തെ ചരിത്രം എന്തും നിങ്ങൾ എടുത്തു നോക്കണ്ട ലേറ്റസ്റ്റ് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കറും ഇസ്ലാമും ഇസ്ലാമരെ സ്ഥാപിക്കുകയും ഈ ദീനരെ കൊണ്ടു നടക്കുകയും എത്ര പണി ഈ റായ എടുത്തത് നിങ്ങൾക്ക് ಗೊತ್ತಾവും ഒരു 5 വർഷത്തെ കണക്ക് 2020 പിടിച്ചിട്ട് 2024 തോളം ഈ സൗദി അറേബ്യ ചൊല്ലുടെ ജാഗല് റായത്തിൽ ഒഫീഷ്യലായിട്ട് 3,56,000 ചില്ലറ ആൽമാർ ഇസ്ലാം സ്വീകരിച്ചാർ അത് ഒഫീഷ്യലായ കണക്ക് അൺഒഫീഷ്യലായ കണക്കല്ല ചിലപ്പോൾ ബാരമിക്ക് ഒഫീഷ്യലായ കണക്ക് കഴിഞ്ഞ 3 വർഷത്തിൽ ഈസ്റ്റേൺ പ്രൊവിൻസിൽ മാത്രം 54,000 ആൽമാർ ഇസ്ലാം സ്വീകരിച്ചാർ ഈസ്റ്റേൺ പ്രൊവിൻസിൽ മാത്രമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങളെ ജുബൈൽ ദാവ സെന്ററിൽ മാത്രം 1,500 ആൽമാർ ഇസ്ലാം സ്വീകരിച്ചാർ ഇതെല്ലാം ഈ റായ ഇസ്ലാമിക ലോകത്തേക്ക് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതായ സർവീസ് ആയിട്ടിക്കറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിദ്മത്തായിട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഈ റായത്തൊട്ടിക്ക് ആൽമാർക്കുള്ള അർസെന്തരെ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കുക വേണ്ടിയിട്ട് ഈ റായ എടുക്കുന്ന പണിയായിട്ടിക്കറ് അല്ലെ തായിഫില് ഒരു ജാഗയുണ്ട് പിന്നെ ബനി സഅദ് ചൊല്ലുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഹലീമത്തു സഅദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചരിത്രം നമുക്ക് ಗೊತ್ತುണ്ട് മല കുടിക്കുക വേണ്ടിയിട്ട് കൊറിയ 4 ഹലീമത്തു സഅദിയ ഔത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻത് അപ്പൊ അവിടെ ഒരു പ്രത്യേകമായ മര ഇൻത് ആ മരത്തെ ഒരു പ്രത്യേകത അവിടെ ചരിത്രപരമായിട്ട് ആ മരത്തെ കുറെ പ്രാധാന്യമുള്ള ചൊന്നിട്ടു ഉംറത്തുക്ക് വന്ന ആൽമാർ ഉംറ കല്ലിങ് ഫസ്റ്റുക്ക് പോയോ എന്ന് ആ മരത്തെ മുട്ടയിട്ടിന്ത് അവിടെ പോയിട്ട് ആ മരത്തുക്ക് ചില പാകിസ്ഥാനിമാരും ഇന്ത്യത്തങ്ങും എല്ലാവരും തവാഫാക്കരെ ആ മരത്തിൽ ബല്ലി തൂക്കിയിട്ടേ ആ മരത്തെ പിന്നെ അങ്ങനെ പല രൂപത്തിലും ആ മരത്തെ കണ്ടു ഇന്ന് ആൽമാർ അത് ഒരു 3 വർഷം മുന്നൽ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പ സൗദി ഗവൺമെന്റ് ആ മരത്തെ എന്താക്കിത്ത് മുറിച്ചിത്ത് അപ്പൊ എന്തുകൊണ്ടിട്ട് അത് ആൽമാർ എന്താക്കിയുള്ള അത് ആ മര കാരണം ആ മരത്തുക്ക് ചരിത്ര പ്രാധാന്യം ഉണ്ടായില്ലേ അതെല്ലാം വേറെ വിഷയം ആ മരത്തുക്ക് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യം ഇല്ല ആ മര കാരണം ആൽമാർ എന്താക്കിയുള്ളാർ ലാ ഇലാഹ ഇല്ലത്തിൽ നിന്നിട്ട് വിട്ടുപോയ ഉള്ളാർ ഷിർക്കുക പോയ ഉള്ളാർ നിങ്ങൾ കണ്ടിട്ടിക്കുവാർ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഖബറിനെ മുട്ട വരുമ്പോ ചില ആൽമാർ അവിടേക്ക് തിരിഞ്ഞിട്ട് കൈ ഉദ്ദാക്കിற ആൽമാർ നിങ്ങൾ കണ്ടിട്ടിക്കുവാർ അവിടെ മുട്ടില്ല അങ്ങ അപ്പമേ കടത്തുറാർ അപ്പൊ ഈ റായത്തൊട്ടിക്കുള്ള അർസെന്തരെ ഞങ്ങൾ മനസ്സിലാക്കണ്ട ചില ആൽമാർ ലോകത്ത് പിന്നെ ഇണ്ട് ഉള്ളതായ മീഡിയ
അങ്ങ് പല രൂപത്തിലുമുള്ളതായി ന്യൂസ് സ്പ്രെഡ് ആക്കുമ്പോൾ ചിലതെല്ലാം നങ്ങ വിശ്വസിച്ചു പോണ്ട, അല്ലെങ്കിൽ നങ്കും ചില ഡൗട്ട് അവർ ഇങ്ങനെയുള്ള ഐട്ടിക്കു അങ്ങനെ ഐട്ടിക്കു നങ്ങമേ വിചാരിക്കണ്ട. അതെന്തുമല്ല, അങ്ങനെ കാരണം ചൊല്ലത് ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിന്റെ കെലിമത്തിനെ സ്ഥാപിക്കുകൂ ഇലാ ഇലാഹ ഇല്ലല്ലത്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ നടന്ന ഈ പ്രവർത്തന ഇട്ടിക്കറ്, ഷിർക്കെതിരെ ഇവിടെ നടന്ന പ്രവർത്തന ഇട്ടിക്കറ്, മുൻകറാത്ത് ചെറിയ പിന്നെ പ്രോബ്ലംസും അതെല്ലാം ഇല്ലാണ്ടല്ല നാ ചൊല്ലത്. അതിനെ ന്യായീകരിക്കും നങ്ങ പോകണ്ട, അതിന്റെ വിഷയത്തിൽ ചർച്ചാക്കും നങ്ങ പോകേണ്ട ആവശ്യക്കത്തില്ല. അതെല്ലാം ഇക്കു ചിലപ്പോ മാത്രമാ അതിനാണ്ടി അപ്പറ ഊടെ ഉള്ള ഹൈറാത്ത്, ഊടെ ഉള്ള നന്മ, ഊടെ ഉള്ള നല്ലത് അതിനെ നങ്ങ കാണും പഠിക്കും നങ്ങ മനസ്സിലാക്കുന്നുണ്ടായിട്ടിക്കർ. എവിടുത്തോളം ഇറാന്റെ ഷിയാക്കന്മാർ കഴിഞ്ഞ ക്ലാസ്സിൽ നങ്ങ ചർച്ചയാക്കിയതായ അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ സ്വഹാബിമാരെ പച്ചക്ക് പറയുന്ന ഷിയാക്കന്മാര് എനിക്ക് വലിയ നേതാക്കന്മാരായിട്ടിക്കറാർ, അങ്ങനത്തെ ആൾമാർക്ക് വലിയ ഷഹീദുമാരായിട്ടിക്കറാറ് ആ ഷിയാക്കന്മാർ. തൗഹീദിക്ക് വേണ്ടിയിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടും ഇസ്ലാമുക്ക് വേണ്ടിയിട്ടും പണിയെടുக்கிறതായ അധ്വാനിக்கிறതായ ഈ റായത്തൊട്ടികയിട്ടിക്കറ് അങ്ങനെ ഉള്ള ആൾമാരതായ ശത്രുത. അങ്ങനെ റായത്ത് ചില പ്രത്യേകമായ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിലായിട്ടിക്കറ അറിയപ്പെട്ടു. ഞങ്ങൾ റായത്ത് നടന്നോല്ലേ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഇക്കുവറ ചർച്ചെല്ലാം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ಗೊತ್ತಾവും. ചൊല്ലട്ടങ്ങ ഒരു കഴിഞ്ഞ 25 വർഷ ഇറാൻ ഇസ്ലാമിക ലോകത്തേക്ക് ഇറാൻ തന്നതായ സർവീസ് സംഭാവന എന്തിരെ ഒരു 25 വർഷത്തിൽ ഇറാൻ ഇസ്ലാമിക് വേൾഡിക്ക് ഇറാൻ തന്നതായ സംഭാവന ഒരു 25 നിങ്ങൾ ഇഷ്ടാക്കറു ചൊന്നെങ്കിൽ ഒന്നുപോലും അങ്ങനെ കൊണ്ടെന്തൊക്കെ സാധ്യമല്ല. അയെങ്കില ഈ റായ കഴിഞ്ഞ 10 വർഷത്തിൽ ഇസ്ലാമിക ലോകത്തേക്ക് കൊടുത്തതായ ഒരു 50 സർവീസ് എൽതൊരു ചൊന്നെങ്കും ഞങ്ങളെ കൊണ്ടെന്തൊക്കെ സാധ്യമുണ്ട്. അത്രമാത്ര മുസ്ലിമീങ്ങും ഇസ്ലാമുക്കും വേണ്ടിയിട്ട് ഈ റായ ഉണ്ടാക്കിയത്, ഈ റായ സർവീസ് കൊടുത്തു, അതിൽ സംശയമില്ല. കഴിഞ്ഞ റമദാനെ നിങ്ങൾ എടുത്തു നോക്കൂ, എത്രമാ രൂപത്തിൽ അങ്ങ് ആക്കി കൊടുത്തത് നമുക്ക് കാണുക സാധ്യം. അപ്പൊ നാനിവിടെ ചൊന്ന വന്ന വിഷയ ഇങ്ങനെ പ്രോബ്ലം എന്തിനായിട്ടിക്കറ്, ഇങ്ങനെ പ്രോബ്ലം ഈ റായമ ഈ റായത്തെ ആൽമാര അല്ലെങ്കിൽ ഇങ്ങ ആരെങ്കിലും ഉപദ്രാക്കിയതല്ല. ഇങ്ങനെ പ്രോബ്ലം എന്താ അള്ളാഹു ചൊന്ന് ഈ പ്രോബ്ലം ആയിട്ടിക്കറ് വഇദാ ദുക്കിറ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉണ്ട് ചൊന്നെങ്കിൽ ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അങ്ങനെ കൽബിൽ ഒരു ചൊറിച്ചിലായിട്ടിക്കറ്. അള്ളാഹു മാത്രം ചൊല്ലും നമുക്കൊരു പ്രത്യേകമായ അർസം. രണ്ടാമത്തെ വിഭാഗം വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹു മാത്രല്ല അള്ളാഹുരൊട്ടിಗೆ ಬೇರೆಕೊರೆ ಆಲ್ಮಾರು ಚೊನ್ನಾರ್, ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ CM ಮಡವರು ಚೊನ್ನೆ, ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಸಯ್ಯದ್ ಮದನಿ ಚೊನ್ನೆಂಗ್, ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಬೇರೆ ಏದೆಂಗುಂ ರಂಗಲ ರಾಯತ್ತುಲ್ಲಿ ಏದೆಂಗ ಔಲಿಯಾಕ್ಕಮ್ಮಾರೆ ಬೇರು ಚೊನ್ನೆಂಗ ಇದಾಹುಂ ಯಸ್ತಬ್ಶಿರೂನ್ ಅಂಕ್ ಬಾರಿ ಕೊಸಿ ಐಟಿಕ್ಕರು, അങ്ങനത്തെ ആൾമാരൊട്ടിಗೆ ബാരി കൊസി അതേറ്റിക്കറ്. ഈ ഒരു പ്രോബ്ലം റേ അടിസ്ഥാനപരമായ കാരണ ചൊന്തു ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണായിട്ടിക്കറ്. സഹോദരന്മാരെ നോക്കറു, നീങ്ങ ഈ ഒരു ആശയത്തെ ഈ ഒരു വിഷയത്തെ ഞങ്ങൾ ബേസിക് ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അല്ല ദുനിയാവിലുള്ളതായ എന്തെങ്കിലും ചില വിഷയത്തെ ചൊന്നിട്ടു ഞങ്ങളെ ആദർശത്തെ ദൂരെ വയ്ക്കറല്ല. ഞങ്ങളെ അടിസ്ഥാന ചൊല്ലത് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി ഈ കലിമത്തായിട്ടിക്കറ്. ಅದಕ್ಕೆ ನಾನು ಉದಾಹರಣೆ ಚೊನ್ನೆ, ഓരോ നബിമാരും ഓരോ കാലഘട്ടത്തിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിക്കറ് ഓരോ നബിമാരും ജീവിച്ചത്. അങ്ങനെ ടൈം ഓരോ നബിമാരും സ്പെൻഡ് ആക്കിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിക്കറ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ത്തെ വടിച്ചെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിന് എടല് നാശ ഉണ്ടാവൂರು ചൊല്ലത് അബ്ദുല്ലാഹി ഇബ്നു സബ ചൊല്ലങ്കത്തെ ഇസ്ലാമರ ಶತ್ರು ಯಹೂದಿರ ನೇದಾವಗು ಗೊಂತಿಂತು. ಈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വടിച്ചെണ്ടായെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ ഒగ్గട്ടും ബിക്കട്ടാവൂರು ചൊല്ലത് അങ്ക് ಗೊಂತಿಂತು. ಅವನು തുടങ്ങി വെച്ചതായിട്ടിക്കറ് ഉണ്ട് ഞങ്ങൾ കാണ്ടതായ ഷിയായിസമും റാഫിലിയത്തും എല്ലാം അത് ആ അബ്ദുല്ലാഹി ഇബ്നു സബ തുടങ്ങി വെച്ചതായിട്ടിക്കറ്. ഇൻഷാ അല്ലാ ഞങ്ങളെ നെക്സ്റ്റ് വീക്കിലെ ക്ലാസ്സിൽ അങ്ങ് ആ വിഷയത്തെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പൊ അവന് തുടങ്ങി വെച്ചതായിട്ടിക്കറ് അബ്ദുല്ലാഹി ഇബ്നു സബ. ആ ഷിയാക്കന്മാരായിട്ടിക്കറാർ ഇസ്ലാമിക ലോകത്തേക്ക് ഉണ്ട് ഞങ്ങളെ റായത്ത് കണ്ടതായ കബർ പൂജയും കബറെ ഉദ്ദാക്കുന്നതും അതേപോലെ കബറെ കെട്ടിപ്പോക്കുന്നതും അങ്ങനെ എന്തെല്ലാം ഞങ്ങളെ റായത്തുണ്ടാ ഇതെല്ലാം കൊണ്ടുവന്നത് ഷിയാക്കന്മാരായിട്ടിക്കറാർ. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടായെങ്കിൽ നമുക്ക് ഗൊന്താവും. നോക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊന്ന, നിങ്ങൾ അല്ലാഹു അല്ലാത്തങ്ങൾ ആറല്ല നിങ്ങൾ വിളിച്ച് ആരാധിക്കറാറ അങ്ങ ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, നിങ്ങൾ ആരട്ട നിങ്ങൾ ദുആറക്കറാറ് അങ്ങ നിങ്ങളെ ഒരു ദുർറ്, നിങ്ങളെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങളെ ഒരു ഉപദ്രവത്തെ ദൂറാക്കുക അങ്ങനെ കൊണ്ട് സാധ്യമില്ല. വലാ തഹ്വീല, അത് ദൂറാക്കറല്ല ഒരു കൊറിയ ടൈമുക അതിനെ തെല്ല് ചേഞ്ച് ആക്കി വെക്കുക പോലും അങ്കെന്തില്ല
സാധ്യ ഇല്ല. ഇത് ഈ ദ്വാർക്കരതായ ആൾമാർക്ക് എന്തില്ല, അങ്ങ് ഗൊന്തില്ല. ഉള്ളാലത്ത് സയ്യിദ് മദനിയുടെ ദർഗത്തിൽ പോയിട്ട് മക്കയില്ല ചൊന്തു ദ്വാർക്കരതായ മക്കയില്ല ചൊന്ത് അയാളുടെ അങ്ങനെ ബുദ്ധിമുട്ടരെ ചൊല്ലതായ ആൾമാർ, അങ്ങനത്തെ ആൾമാർ ഞങ്ങൾക്ക് കാണും. മക്കയില്ലെങ്കിൽ ഉള്ളാലത്ത് സയ്യിദ് മദനി ദർഗത്ത് പോയിട്ട് എട്ടിക്കറ് അങ്ങനെ സങ്കടത്തെ അങ്ങനെ ബേജാറെ വിഷമത്തെ അങ്ങ് ചൊല്ലത്. അയെങ്കില അതേ സയ്യിദ് മദനിക്ക് മക്കയില്ലാത്ത ചൊല്ല വിഷയ ചരിത്രത്തിൽ ഞങ്ങൾ പഠിക്കുന്ന വിഷയം എട്ടിക്കറ്. അയാൾക്ക് മക്കയില്ലാത്ത, ആ മക്കയില്ലാത്ത സ്വന്തத்துக்கு പോലും ഒരു മോണില്ലാത്ത സയ്യിദ് മദനിരൊട്ടിക്ക് പോയിട്ട് ഇങ്ങെന്താക്കുറാറ്, മക്കളെ കേൾക്കുറാറ് അല്ലേ. എത്ര ഒരു ആശ്ചര്യകരമായ ഒരു വിഷയം എട്ടിക്കറ്. അതേപോലെ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CM അടൂർ ചൊല്ലിങ്ങത്തെ വ്യക്തി എല്ലാ ആൾമാരും ഉണ്ട് പോയ ഉള്ളേ ഒരു ജാഗ ഇട്ടിക്കു. ചിലപ്പോൾ അത് അയാൾ മരിച്ചത് ഏതവസ്ഥയിൽ നമുക്ക് ഗൊന്തു. അയാൾ മരിച്ചത് ഉഷാറില്ലാണ്ട് കിടന്നിട്ടും പിടിച്ചിട്ട് ഇട്ടിക്കറ അയാൾ മരിച്ചത്. അയാളുടെ സ്വന്തം ശരീരത്തിക്ക് വന്ന ഒരു രോഗത്തെ ഇല്ലാണ്ടാക്കുക തടയുക സാധ്യാവാത്ത വ്യക്തി ലോകത്തുള്ള ആൾമാരെല്ലാം പോയിട്ട് അയാളുടെ ബേജാറ് ചൊന്നെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ട് ചൊന്നെങ്കിൽ എങ്ങനെ ഇട്ടിക്കറ് അയാൾ അതിനെ ദൂരാക്കരുത് ഞങ്ങൾ ചിന്തിക്കണായ ഒരു വിഷയം ഇട്ടിക്കറ്. അപ്പൊ ഇവിടെ എൻ്റെ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദ് ചൊല്ലത് ഭാരി പ്രധാനമായ ഇക്കത്തെ ഒരു വിഷയം ഇട്ടിക്കറ്. ആ തൗഹീദിനെ വിട്ടിട്ടു ഒരു പ്രവർത്തന ഞങ്ങളെ ഭാഗത്ത് ഇക്കൊക്കെ തീര ചൊല്ലത് ഇവിടെ പ്രത്യേകമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കും. നോക്കറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സുഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുട്ടിಗೆ നടത്തിയതായ ഒരു പലക്കം. അയാൾ ചൊന്തു, യാ മുആദ് ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അല്ലാഹുഗു തന്റെ അടിമമാരൊട്ടികയും അടിമമാർക്ക് അല്ലാഹുരൊട്ടികയും പരസ്പരം ഉള്ള കൊറിയ ഹക്കുണ്ട്, കൊറിയ ബാധ്യത ഉണ്ട്. അതെന്തിനുണ്ട് മുആദ് നിക്ക് ഗൊന്തുണ്ട. മുആദ് റളിയല്ലാഹു അൻഹു ചൊന്തു, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുഗും റസൂലുഗുമായിട്ട് യാര ഗൊന്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദു വലാ യുശ്രികു ബി ശൈഅ. അടിമമാർ അല്ലാഹുരൊട്ടിಗೆ പാലിക്കണായ ഹക്കെന്തരെ അല്ലാഹുരെ മാത്ര ആരാധിക്കണം, അവനൊട്ടിಗೆ ശിർക്കാക്കു തീര. രണ്ടാമത്തേത് വ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ. ഇനി അല്ലാഹുಗೆ അടിമമാരൊട്ടിക്കുള്ള ഹക്കെന്തരെ അല്ലാഹുരെ മാത്ര ആരാധിച്ച ആൾമാരെ ശിക്ഷിക്കാണ്ടിക്കറേ ചൊല്ലതായിട്ടിക്കറ്. അപ്പൊ ഷിർക്ക് ചൊല്ലത് അല്ലാഹുരൊട്ടിಗೆ പാർട്ട്നർസ് ക്രിയേറ്റ് ആക്കറേ ചൊല്ലത് അതായിട്ടിക്കറ് മഹാ പാപ്പ ചൊല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ നബിരൊട്ടിಗೆ ಎಂದರೆ ಶಿರ್ಕ್ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಕ್ಸ್ಪ್ಲೇನ್ ಆಕಿತ್ತು ಅಯ್ಯಜಅಲ ಲಿಲ್ಲಾಹಿ ನಿದ್ದ. അല്ലാഹുഗു സമന്മാരായ ആൾമാരെ നിശ്ചയിക്കൃതായിട്ടിക്കറ് ഷിർക്ക്. അപ്പൊ അതിരെ എത്രത്തോളം അതിരെ ഗൗരവം ഉണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിശദീകരിച്ചു തണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നിട്ട് ഒരു വിഷയത്തിൽ ചൊല്ല, അല്ലാഹു റസൂലെ മാഷാ അല്ലാഹു വശിഅത. നോക്കൂ, നാണ് ചൊന്നത് അല്ലാഹുഗു സമന്മാരെ നിശ്ചയിക്കരെ ചൊന്നെങ്കിൽ എന്തരെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, അല്ലാഹുഗു സമന്മാരെ നിശ്ചയിക്കരെ ചൊന്നെങ്കിൽ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. മഖ്ലൂഖായ ആൾമാരെ ഖാലിഖിനൊട്ടിಗೆ സമ ആക്കരെ. എന്തരെ ഫീ ഖസായിസിൽ ഉലൂഹിയ്യ മിൻ മുൽക്കിൽ ദുർരി വൻ നഫ്ഇ വൽ അതാഇ വൽ മൻ. എന്തരയുടെ വിഷയത്തിൽ അല്ലാഹുരെ ഇലാഹിയത്തുക ഖാസായ കുറേ അല്ലാഹുരെ സിഫത്തുണ്ട്. അല്ലാഹുഗു മാത്ര ഖാസായ കുറേ ഉണ്ട്. ആ അല്ലാഹുഗു മാത്ര ഖാസായ ഒന്നുള്ളൂ. അല്ലാഹുരൊട്ടിಗೆ അല്ലാഹുരെ അടിമമാരെ ഞങ്ങൾ എന്താക്കരെ അല്ലാഹുരൊട്ടിಗೆ ഞങ്ങ സാദൃശ്യപ്പെടുത്തരെ തശ്ബീഹ് ആക്കറതായിട്ടിക്കറ് യഥാർത്ഥത്തിൽ ഷിർക്ക് ചൊന്നിട്ടായി. അപ്പൊ ഏതല്ല വിഷയത്തിൽ മിൻ മുൽക്കി ദുർ ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്, വന്നഫ ഒരു ഉപകാരം ഉണ്ടാക്കരുത്, വല്ല അതാഇ വൽ മൻ തണ്ടതും തടയരുതും, ഇതെല്ലാം അല്ലാഹുഗു മാത്രം ഉള്ളതായിട്ടിക്കറ്. അതിരെ അല്ലാഹുരെ സൃഷ്ടിമാർ കൊണ്ടു ചൊല്ലതായിട്ടിക്കറ് ഷിർക്ക് ചൊന്തു. അപ്പൊ അതാണ് ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ മുട്ട ഒരാള് പണ്ട് അയാൾ വന്ന് ചൊല്ല, അല്ലാഹുടെ റസൂലെ മാഷാ അല്ലാഹു വശിഅത. മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് സംഭവിക്കറ്, വശിഅത അതേപോലെ നിങ്ങൾ ഉദ്ദേശിച്ചതും. ഈ ഒരു പലക്കത്തില് ഞങ്ങ ഒരു വർക്കത്തുക്ക് കേൾക്കുമ്പോഴത്തേക്കും അതിലെന്തും പ്രോബ്ലം ഇല്ല. കാരണം അല്ലാഹു ഉദ്ദേശിച്ചത് അതേപോലെ നബി ഉദ്ദേശിച്ചതിൻ്റെ ടിക്കറായാലും ചൊന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, നീ ചൊന്നത് ശരിയല്ല, നീ ചൊന്നത് തപ്പ്. നബി തങ്ങ എന്തൊരു വേർഡ് യൂസ് ആക്കിയ ജഅൽതനി ലില്ലാഹി നിദ്ദ, നീന് നന്റെ അല്ലാഹുഗു സമാക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുക, നീന് നന്റെ അല്ലാഹുഗു സമാക്കിയ.
ഇന്ന് തങ്ങളെ റായത്ത് കാണ്ടി നാൻ ഈ ചൊന്ന CM ഒരു വിഷയത്തിൽ എഴുതി വെച്ചത് ഒരു മാസികലെന്തരെ അള്ളാഹു കാണ്ടതുപോലെ അയാൾ കാണ്ടുണ്ട്, അള്ളാഹു കേൾക്കുന്നത് പോലെ അയാൾ കേൾക്കുന്നുണ്ട്. അള്ളാഹുക്ക് സമാക്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നിട്ട് ചൊന്നെന്തരെ അള്ളാഹുടെ റസൂലെ അള്ളാഹു ഉദ്ദേശിച്ചതും നിങ്ങൾ ഉദ്ദേശിച്ചതും നബി തങ്ങൾ ചൊന്ന ജഅൽതനി ലില്ലാഹി നിദ്ദ, നീನು നണ്ട അള്ളാഹുക്ക് സമാക്യമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു വലാകിൻ ഖുൽ, നീ എന്തിനെ ചൊല്ലണോ, നീ വേണമെങ്കിൽ ഇങ്ങനെ ചൊല്ലു, മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതും സുമ്മ ശിഇത, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതും. ആ ഒരു ചെറിയ വേർഡ് അല്ലേ, ആ ഒരു ചെറിയ വേർഡ്, ഒരു വാവും സുമ്മ മാത്ര. വാവ് ചൊന്നെങ്കിൽ അള്ളാഹുവും നിങ്ങവും ആൻഡ് ചൊല്ലുടെ അർത്ഥത്തിൽ വന്നു. രണ്ടാമത്തേത് സുമ്മ, ദെൻ പിന്നെ നിങ്ങ. ആ ഒരു ചെറിയ വേർഡിൽ പോലും ഷിർക്ക് ബണ്ടുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിരെ പഠിപ്പാട്ടിര്. ആ ഉമ്മത്തിന്റെ എന്താക്കിയുണ്ടു അള്ളാഹുടെ റസൂലിന്റെ അല്ല, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പിന്നെ എത്രമാ കാലത്തിൽ പിന്നെ ജീവിച്ച് ഒരു വലിയ ചൊല്ല പറയപ്പെടുന്ന ഒരാൾ അല്ല വലിയ അള്ളാഹു ആലം. ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ എന്ത് വലി, അയാളുടെ വിഷയത്തിൽ അയാളുടെ ചരിത്രം എഴുതുന്ന ആൾമാരെ ചൊല്ലാറ് അയാൾ നിസ്കരിച്ചോ ഇല്ലാത്ത, അയാളുടെ ഫോട്ടോ, അയാൾ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫോട്ടോ ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയും കണ്ട് താടി പഠിച്ചിട്ട് ഫോട്ടോ ഇട്ടിക്കുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾ എങ്ങനെ അള്ളാഹുര വലിയാവുക സാധ്യത വേറെ ഒരു ചർച്ച ആയെങ്കിൽ. ഇനി ഏത് വ്യക്തിയായെങ്കിലും അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു ആ വ്യക്തിയുടെ വിഷയത്തിൽ ചൊല്ലത് അള്ളാഹു കാണ്ടതുപോലെ അയാൾ കാണ്ട്, അള്ളാഹു കേൾക്കുന്നത് പോലെ അയാൾ കേൾക്കറ്. എത്ര ഗൗരവമുള്ള പലക്കം. ഇത് മുസ്ലിം സമുദായം വിശ്വസിക്കില്ലേ? ഇത് ഏതെങ്കിലും ഒരാൾ എഴുതി വെച്ചതാ? നീ എന്തിനു വിചാരിച്ചാർ ഏതെങ്കിലും ഒരാൾ തലക്കുശാരില്ലാത്തവൻ എഴുതിയതായിട്ടിക്കും? അല്ല, ഇണ്ട് ഞങ്ങളെ റായത്തില് ഒരു വലിയ വിഭാഗം മുസ്ലിമർക്ക് നേതൃത്വം കൊടുക്കറേ ഒരു വ്യക്തി എഴുതിയതായ ഒരു ലേഖനം ഇട്ടിക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാർ ചൊണ്ടെങ്കത്തെ ഒരു വ്യക്തി എഴുതിയ ലേഖനം ഇട്ടിക്കുന്നത് അള്ളാഹു കാണ്ടതുപോലെ അയാൾ കാണ്ട്, അള്ളാഹു കേൾക്കുന്നത് പോലെ അയാൾ കേൾക്കുന്നത് ചൊല്ലും. ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതല്ല. ഞങ്ങൾ മനസ്സിലാക്കണ ഇട്ടിക്കറി എത്രത്തോളം ഗൗരവമില്ലെങ്കത്തെ ഒരു പലക്ക ഇട്ടിക്കുന്നത് ചൊല്ലും. സുബ്ഹാനല്ലാഹ്. നോക്കറ അവിടെ തീർന്നിട്ടില്ല. നോക്കറ നീങ്ങ അള്ളാഹുരുടെ വിഷയത്തിൽ അയാളുടെ വിഷയത്തിൽ അത് മാത്രമാ ചൊന്ന്. അയാളുടെ വിഷയത്തിൽ അയാൾ ലോക നിയന്ത്രിച്ചോ ഉണ്ടു ചൊന്നാർ. ഇത് നാണ് ഈ തൗഹീദ് നാണിതിൽ ചൊല്ലത് വെറുതെ ഉദാഹരണം ചൊല്ലല്ല, നാണിത് ചൊല്ലത് ഈ തൗഹീദിനെ ദഅവത്ത് ആക്കറതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ಗೊತ್ತಾക്കി തരുകയായിട്ടിക്കർ. ഇണ്ട് ഞങ്ങളെ റായത്ത് ഫാസിസം ഫിത്തന യാറായിര്, അതുകൊണ്ട് ഞങ്ങൾ മുണ്ട ദയിക്കാ ചൊന്നെങ്കിൽ എന്തിനാവൂ ഞങ്ങളെ ഒരു സമുദായത്തെ അവസ്ഥ. മുസ്ലിം സമുദായം എവിടേക്ക് പോയി എത്തുവാറുണ്ട് നിങ്ങൾ ചിന്തിക്കുകയായിട്ടിക്കർ. ഫാസിസം ഉപ്പത്തര യാറായിരു ചൊന്തു ഞങ്ങൾ കൈകെട്ടിട്ട് മുണ്ട തെച്ചേണ്ടായെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ ഇഖ്തിലാഫ് ഉണ്ടാവുറുണ്ട് പേടിച്ചിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാണ്ട് ഞങ്ങൾ തെച്ചേണ്ടായെങ്കിൽ ഈ മുസ്ലിം സമുദായം എവിടേക്ക് എത്തൂ ചൊന്തു ഞങ്ങളുടെ ചിന്തിക്കണം, ഞങ്ങൾ ആലോചനാക്കണം. അയാൾ ലോക നിയന്ത്രിച്ചോ ഉണ്ടു ചൊന്നാർ. നോക്കൊരു ഒരു ഉദാഹരണം നിങ്ങൾ എടുക്കൊരു. മക്കത്തെ മുശ്രിക്കരങ്ങളെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ അല്ലാഹു ചൊന്ന നബിയെ മക്കത്തെ മുശ്രിക്കരങ്ങളൊട്ടിಗೆ നിങ്ങൾ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കണം. എന്തിനത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ കേൾക്കണു. മൻ യർസുഖു മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നിട്ടും ഭൂമിയിൽ നിന്നിട്ടും നിങ്ങൾക്ക് റിസ്ക് തണ്ടവുണാറ്. അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, നിങ്ങളെ കണ്ണറയും കാതരയും നിയന്ത്രിക്കറുണാറ്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവിച്ചിട്ടുള്ള ആളെ മരിപ്പിക്കറവനും മരിച്ചങ്ങളെ ജീവിപ്പിക്കറവനുമാറ്. വമൻ യുദബ്ബിറുൽ അംർ, ലോകത്തെ നിയന്ത്രിച്ചോ ഉള്ള ആറ്. ഈ 4 ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊരു റിസ്ക് തൻ്റെ ആറുണ്ട്. രണ്ടാമത്തേത് സമഉം അബ്സാർ, കേൾവിയും കാഴ്ചരെ നിയന്ത്രിக்கிற ആറുണ്ട്. അതേപോലെ ഹയ്യരെ മയ്യത്താക്കറ് മയ്യത്തരെ ഹയ്യാക്കറാറ്. ഈ 3 ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തൊരു മക്കത്തെ മുശ്രിക്കരൊട്ടിಗೆ കേൾക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ വമൻ യുദബ്ബിറുൽ അംർ, കാര്യത്തെ നിയന്ത്രിக்கிற ലോകത്തെ നിയന്ത്രിக்கிற ആറ് ക്വസ്റ്റ്യൻ. പിന്നെ അള്ളാഹു ചൊല്ലുടെ മക്കത്തെ മുശ്രിക്കരങ്ങൾട്ട നിങ്ങൾ നബിയെ ഇത് കേട്ടെങ്കിൽ അങ്ങ് എന്തൊരു ചൊല്ലാറ്? ലാത്ത ലോകത്തെ നിയന്ത്രിக்கிறണ്ട അങ്ങ് ചൊല്ലാറാ? ഉസ്സ ലോകത്തെ നിയന്ത്രിக்கிறണ്ട അങ്ങ് ചൊല്ലാറാ? ഇബ്രാഹിം നബി ലോകത്തെ നിയന്ത്രിக்கிறണ്ട അങ്ങ് ചൊല്ലാറാ? ഇല്ല. അള്ളാഹു ചൊല്ലുടെ ഫസയഖൂലുന്നല്ലാഹ്, അങ്ങ് അള്ളാഹു ഉണ്ട് ചൊല്ലാറുണ്ട്. മക്കത്തെ മുശ്രിക്ക് പോലും ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ചൊന്തു വിശ്വസിച്ചെങ്ങാണ്ട് ആറ് ചൊല്ലുടെ? അള്ളാഹു ഖുർആനിൽ ചൊല്ലുടെ. അങ്ങനെ ഞങ്ങളെ റായത്ത് കുറെ ആൾമാർ ചൊല്ലുടെ ലോകത്തെ നിയന്ത്രിച്ചോ ഉള്ളത് ഈ വ്യക്തിയായിട്ട് ചൊല്ലും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചനാക്കി നോക്കൂ. ഇസ്ലാമിക ലോകത്ത് എത്ര വലിയ ഔലിയാക്കന്മാർ കഴിഞ്ഞു പോയിരാറ്.
എത്ര ഔലിയാക്കന്മാർ. ഇസ്ലാമിലെ ഏറ്റവും ഒന്നാമത്തെ വലിയാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. വലിയ വലിയ ഔലിയാക്കന്മാരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ. അങ്ങനെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പ ഉമർ റളിയല്ലാഹു അൻഹു ചൊന്നറ ഇനി അബൂബക്കർ ഉമറുള്ള ബുടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് ആ നബിയുടെ വിഷയത്തിൽ സ്വഹാബിമാർ അങ്ങനത്തെ ഒരു പലക്ക യൂസ് ആക്കിറാറ. നബി ലോകം നിയന്ത്രിച്ചോണ്ട് ചൊല്ല പലക്ക ഒരിക്കലുമില്ല. അങ്ങനെ ജീവന കാലഘട്ടത്തിൽ പ്രോബ്ലംസ് വന്നപ്പ നബിരെ കബറ് മുട്ട പോയിട്ട് ബേജാറ് ചൊല്ലേണ്ട ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടെ മനസ്സിലാക്കണായത് ഈ ഒരു ആശയത്തെ പഠിപ്പാട്ടെതിരെ ഗൗരവ എത്രത്തോളം ഉണ്ടു ചൊന്നതായിട്ട് ഞങ്ങളുടെ മനസ്സിലാക്കണായത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഷിർക്ക് കടന്നു പണ്ടതിരെ എത്രത്തോളം ഗൗരവത്തിൽ പഠിപ്പാട്ടിത്ത്. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർ ഔത്തുകു പറമ്പത്തുകു സ്വഹാബിമാർ പാട്ടുപാടിയുള്ള ബദറിൽ ഷഹീദായത് ബദറിൽ പങ്കെടുത്തതായ സ്വഹാബിമാരുടെ വിഷയത്തിൽ ഇങ്ങനെ കവിത പാടിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പ നബിക്ക് കൊസിയാവുക വേണ്ടിയിട്ട് നബിയുടെ വിഷയത്തിൽ അങ്ങ് പാടുക തുടങ്ങിയ. നബിയുടെ വിഷയത്തിൽ അങ്ങ് പാടിയിട്ട് ചൊന്നാറ് ഞങ്ങളുടെ ഒരു നബിയുണ്ട്. ആ നബിയുടെ പ്രത്യേകത നാല് ഉള്ളത് ആ നബിക്ക് കൊന്തവරු മാഫീഖത്ത് നാല് നടക്കുന്ന സംഭവം ആ നബിക്ക് കൊന്തവරු. അങ്ങനെ ഒരു നബി ഞങ്ങൾക്കുണ്ടു ചൊന്തങ്ങ് പാടിയാണ്. ആ ചെറിയ മക്കായിട്ടിക്കറ് പാടിയത് അങ്ങ് പാടിയെങ്കിൽ പല ഉദ്ദേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാളിന്റെ വിഷയം അള്ളാഹു ചൊന്തു കൊടുക്കുക അതായിട്ടിക്കും അങ്ങനെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തില്ല, നിങ്ങൾ ഇത് പാടണ്ട. പാട്ട് നിങ്ങൾ പാടി വരുന്നത് നിങ്ങൾ എന്താക്കറും പാടും, ഇത് നിങ്ങൾ പാടണ്ട. ഈസാ നബി അലൈഹിസ്സലാമരെ നസാറാക്കന്മാർ പുകയത്തിയതുപോലെ നിങ്ങൾ നണ്ടെന്താക്കണ്ട, നിങ്ങൾ നണ്ട് മദ്ഹാക്കണ്ട. എന്തിനാ അങ്ങെന്തര ചൊന്നാറ്? അങ്ങ ഈസാ നബി അലൈഹിസ്സലാമരുടെ വിഷയത്തിൽ ചൊന്നാറ് അത് ഇബ്നുള്ള അള്ളാഹുര മോണൈട്ടിക്കറ് ഈസാ നബി അലൈഹിസ്സലാം ചൊന്തങ്ങ് ചൊന്നാറ്. അത് നിങ്ങൾ ചൊല്ലണ്ട. ആ ഒരു ലെവലിക്ക് നിങ്ങൾ നണ്ട് മദ്ഹാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല ആ ലെവലിക്ക് നിങ്ങൾ നണ്ട് ഉദ്ധാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ. എന്നിട്ട് ഇപ്പൊ ആ നബിയുടെ വിഷയത്തിൽ എന്തിനായിട്ടിക്കറ് മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ച ഉള്ളത്, അല്ലെങ്കിൽ ആ നബിയുടെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് എന്തെല്ലായിട്ടിക്കറ് ചൊന്ന ഉള്ളത് നോക്കൂ. ഞങ്ങളുടെ റായത്തിൽ പ്രസിദ്ധമായ എനിക്കത്തെ ഒരു സലാത്തുണ്ട്, നാരിയത്തു സലാത്ത് ചൊന്തു. ഗൾഫുകളിൽ വരുമ്പോൾ ബണ്ടതിരെ മുന്നൽ തണ്ട് 3000 മങ്ങിലത്തെ മുന്നൽ തണ്ട് 3000 പട്ട എല്ലാവരും ഒട്ടിക കൂടി ചൊല്ലതായ ഒരു ദിക്കർ. ഇത് 3000 ചൊന്നെങ്കിൽ എല്ലാവരും ഒട്ടിക 3000 ചൊല്ലല്ല, ഒരാൾ 100 അങ്ങനെ 10 ആൾ ചൊന്തു 100 കണക്കൊപ്പാട്ടെങ്കത്തെ ഒരു സലാത്ത് ചൊല്ലിന്റെ പേരിൽ അറിയപ്പെടുന്ന നാരിയത്തു സലാത്ത്. എന്തിനാ ആ സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ചൊല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചൊല്ല അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ചൊല്ല നബിയുടെ വിഷയത്തിൽ ഫസ്റ്റ് ലൈൻ സലാത്ത് ചൊല്ലും. പിന്നെ എന്തിനാ ചൊല്ലേ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ്. തൻഹല്ലു ബിഹിൽ ഉഖദ് ഞങ്ങളെ ജീവനത്തെ കെട്ടിക്കൊടുക്കല്ല ആ നബി കാരണ ഇല്ലാണ്ടവරු. വതൻഫറജു ബിഹിൽ ഖുറബ് ഖുറബ് അഥവാ ജീവനത്തിൽ കഷ്ടയല്ല ആ നബി കാരണ ഇല്ലാണ്ടവರು. വതുഖ്ലാ ബിഹിൽ ഹവായിജ് ആ നബി കാരണം ഞങ്ങളെ ഹാജത്ത് പൂർത്തിയാവರು. വതുനാലു ബിഹിർ റഗായിബ് ആ നബിയുടെ കാരണ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടറ്. ഹുസ്നുൽ ഖവാത്തിം അതേപോലെ നല്ല ഹുസ്നുൽ ഖാത്തിം നല്ല പര്യാവസാന ആ നബി കാരണ കിട്ടറ്. ഇതായിട്ട് നാരിയത്തു സലാത്തിൽ ചൊല്ലുന്നത് നോക്കറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചൊന്നേ നബിരൊട്ടിಗೆ നാളെ സംഭവിക്കുന്നത് ഗൊന്താവുරු ചൊന്ത ആ നബിരെ മുന്നോൽ പാടിയപ്പോ നബി ചൊന്ന നീ ഇങ്ങനെ പാടണ്ടാണ്ട്. ആ നാളെ ചൊന്നത് ഗൊന്താവുරු ചൊല്ലിട്ടെതിരെ പല രൂപത്തിലും ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. എതിരെ നബിക്ക് ഖിയാമത്ത് നാളിന്റെ വിഷയം ಗೊಂತುಂಡು, നരകത്തെ വിഷയം ಗೊಂತುಂಡು, സ്വർഗത്തെ വിഷയം ಗೊಂತುಂಡು. ആ നബിയെ ചൊന്തു ലൗ തഅലമൂന മാ അഅലം നക്ക് ഗൊന്തിന്നതെല്ല നിങ്ങക്ക് ഗൊന്തിന്നരണ്ടായെങ്കിൽ ലഹിക്തും ഖലീല നിങ്ങൾ തെല്ല് ചിരിക്കാത്താർ പോലെ ബക്കൈത്തും കസീറ നിങ്ങൾ ചമ്മ ബുൽപുടാത്താറുണ്ട്. ಅದರ ಅರ್ಥ ಅಂದ್ರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൊന്തുള്ള എല്ലാം നബി നമുക്ക് ചൊന്തന്നിട്ടില്ല. അള്ളാഹു പ്രത്യേകമായിട്ട് ഓർഡർ ആക്കിയത് മാത്രം ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തന്നെ. അപ്പൊ ആ സ്വഹാബിരങ്ങ പാടി ആ കവിതരെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ಇದಕ್ಕೆ എന്തൊരു വ്യാഖ്യാനം കൊടുക്കറ്? നബി കാരണം ഞങ്ങളെ ബുദ്ധിമുട്ടില്ലാണ്ടാവരെ, നബിയാ ഞങ്ങളെ സംകഷ്ടത്തെ ഇല്ലാണ്ടാക്കറേ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ സഹോദരന്മാരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയതുക്ക് ഘടക വിരുദ്ധമായ എനിക്കെത്തത് വ്യക്തമായ ഷിർക്ക് ഇണ്ട് മുസ്ലിം ഉമ്മത്തിനിടയിൽ സ്പ്രെഡ് ആയോണ്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കറല്ല.
ದುನಿಯಾವ್ರು ಎಂದೆಂಗೆ ಕಾರಣ ಚೊಂದಿಟ್ಟು ದೂರ ನಿಕ್ಕರಲ್ಲ, എന്തെങ്കിലും പൊളിറ്റിക്കൽ റീസൺ ചൊന്നിട്ട് ഞങ്ങൾ ദൂരെ നിൽക്കറല്ല. എന്ത് പ്രോബ്ലം ഇന്നെങ്കും, ഏത് സങ്കഷ്ടത്തിൽ ഇന്നെങ്കും, എത്ര വലിയ ബുദ്ധിമുട്ടിന്നെങ്കും അതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്, നിങ്ങളെ ഒരാള് മുറിച്ചു കളഞ്ഞെങ്കും, കുത്തിയത്ത നിങ്ങളെ മുറിച്ചിട്ട് പീസാക്കിയെങ്കും, ഹുർരിഖത്ത കത്ത് വാട്ടിയെങ്കും, ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തില്ല, ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇത് ഞങ്ങൾ ചൊല്ലതുപോലെ ആക്കറതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുപോലെ ആക്കും. കേരളത്തിലൊരു മാല ഉണ്ട്, മുഹമ്മദിയ മാല ചൊല്ല്. അതിൽ ചൊല്ലേണ്ട ഒരു വേർഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ചൊല്ലത്, നബി തങ്ങ മീമറ്റ അഹമ്മദും ഐനറ്റ അറബിയുമാണ്. എതിരതിര അർത്ഥം അഹമ്മദരെ മീമും ഇല്ലാത്ത അഹമ്മദും ഐനില്ലാത്ത അറബിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. എന്തിനാ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അഹമ്മദരെ മീമു പോയെങ്കിൽ അതിലെന്ത് അഹദായിട്ടിക്കർ. നബിയുടെ വിഷയത്തിൽ ചൊല്ലി, അള്ളാഹുരുടെ വിഷയത്തിലല്ല, നബിയുടെ വിഷയത്തിൽ അഹമ്മദിന്റെ മീമില്ലെങ്കിൽ അത് അഹദ് അള്ളാഹു ആയിട്ടിക്കർ. അള്ളാഹുരുടെ സിഫത്തല്ല ഇത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹുരുടെ സിഫത്ത് ആയിട്ടിക്കർ. ഐനറ്റ അറബിയാണ്. അറബി ചൊല്ലിന്റെ പദത്തെ ഐനെടുത്തെങ്കിൽ എന്തായിട്ട് റബ്ബായിട്ട്. അള്ളാഹുരെ സിഫത്ത്, അള്ളാഹുരെ ഖാസായ സിഫത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുക. അതായിട്ടിക്കർ നബി ചൊന്നെ ലാ തത്റൂനി കമാ അത്റത്തി നസാറ ഈസ ഇബ്നു മറിയം. അയങ്ക ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്താക്കിത്ത് ഈസാ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാമരെ ബനോ പിന്നെ നസാറാക്കന്മാർ പുകഴ്ത്തിയതിനാട്ടി മദ്ഹാക്കിയതിനാട്ടി എത്രമായാറ അള്ളാഹുരെ സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഉണ്ട് മുസ്ലിം ഉമ്മത്ത് കൊണ്ടുപോയി വെച്ചത്. ಅದರ ಗೌರವത്തെ ಸಹೋದರಮಾರ ನಂಗ ಓರೋರುತ್ತರು ಮನಸ್ಸಿಲಾಕಿಟ್ಟು ಆ ತೌಹೀದರ ದಾವತ್ತರೆ ಶಕ್ತಮಾಕಣೋ ಚೊಲ್ಲದ ಇಟ್ಟಿಕರು ಕೂಡ ನಂಗೆ ಮನಸ್ಸಿಲಾಕೋಣ. ಇದು ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಚೊಂತು ಲಾ ತಖೂಮು ಸಾಅ, ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കല ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, നന്റെ ഉമ്മത്തര ഒരു വിഭാഗ ആൾമാർ അങ്ങ മുശ്രിക്കരങ്ങളൊട്ടിಗೆ ಮ್ಯಾಚ್ ಆವ್ರಾರು, ಮುಶ್ರಿಕರಗಳೊಟ್ಟಿಗೆ ಮಿಕ್ಸ್ ಆವ್ರಾರು. ವಹತ್ತಾ ಯಅಬುದು ಅಲ್ ಔಸಾನ್, അങ്ങ വസനര വിഗ്രഹത്തെ അങ്ങ് ആരാധിക്കരവിടെ മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെടുറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അത് എല്ലാ അർത്ഥത്തിലും ഇണ്ട് നേരായിട്ടുണ്ട്. മുശ്രിക്കരങ്ങളെ സ്വഭാവവും മുശ്രിക്കരങ്ങളെ ആദത്തും മുശ്രിക്കരങ്ങളെ കൾച്ചറും ഞങ്ങളെ റായത്ത് എല്ലാ രൂപത്തിലും വ്യാപകമായിട്ട് ഞങ്ങൾ ഉണ്ട് കണ്ടുള്ള. ഒരു ക്രിസ്മസ് വന്നെങ്കിൽ എത്ര വലിയ തൗഹീദിന്റെ ആളായെങ്കും, എത്ര വലിയ നല്ല മനുഷ്യായെങ്കും, 5 വക്ത് പള്ളിയിൽ ഒന്നാമത്തെ സഫലിക്കർ ആളായെങ്കും ഹാപ്പി ക്രിസ്മസ് ചൊന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാന എൻ്റെ മുസ്ലിം ഇറക്കിക്കില്ല. നിങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ ഒരു അമുസ്ലിമായ ഒരു മുസ്ലിം അല്ലാത്തങ്ങളെ ആഘോഷത്തെ ആചാരത്തെ അത് അങ്കൊരു ഹാപ്പി ക്രിസ്മസാ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഓണമാ അല്ലെങ്കിൽ പിന്നെ ദസറ അങ്ങനെ എന്തെല്ലാം ഉണ്ടാ, ಅದಕ್ಕೆಲ್ಲ ഒരു വിഷാക്കാണ്ട് മുസ്ലിമർക്ക് ഒരു സമാധാനം ഇല്ല. എത്ര വലിയ തൗഹീദിന്റെ ആൾമാരെ ഇങ്ങ് പോലും മുശ്രിക്കരങ്ങളെ സ്വഭാവത്തെ മുശ്രിക്കരങ്ങളെ കൾച്ചറെ ഞങ്ങൾ എൻ്റെ എടുത്തോണ്ടിരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ ആ പലക്ക അതേപോലെ എന്തായിട്ടുണ്ടു സംഭവിച്ചുകൊണ്ട് ബർത്ത്ഡേ അതേപോലെ പിന്നെ ആനിവേഴ്സറി അങ്ങനെ എന്തെല്ല ജൂതന്മാര് അതേപോലെ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റ് അത് ഞങ്ങൾ ബോയ്ക്കോട്ട് ആക്കണു ചൊന്തു ഭാരി പ്രചാര നടത്തുന്നതായ ആൾമാരുള്ള. അത് ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് ആയിട്ടിക്കർ, അത് വേറെ വിഷയം. മാത്രമാ അങ്ങനെ പ്രൊഡക്റ്ററെ ബോയ്ക്കോട്ട് ആക്കുന്നതിനാട്ടി എത്രമാ പ്രാധാന്യം ഇട്ടിക്കർ അങ്ങനെ കൾച്ചർ ഇല്ലാണ്ടാക്കരുത്. അങ്ങനെ കൾച്ചർ ഞങ്ങളെ കുടുംബത്തിൽ ഇല്ലാണ്ട് ഞങ്ങൾ ഗ്യാരണ്ടി ആക്കരുത്. അയങ്ങള ഇണ്ട് ബർത്ത്ഡേ ആക്കാത്ത എത്ര മുസ്ലിമരങ്ങൾ ഞങ്ങൾക്ക് കാണുക സാധ്യമുണ്ട്. മുസ്ലിം വോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് തൗഹീദിനെ ബെൽച്ച അള്ളാഹു തന്നെ എത്ര ആൾമാർ, എത്ര വലിയ നിഅമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന ഈ ഒരു കലിമത്ത് ഞങ്ങൾക്ക് കിട്ടിയത്, അത് മനസ്സിലാക്കുക കിട്ടിയ ഒരു തൗഫീഖ് സഹോദരന്മാരെ, അത് ചെറിയ വിഷയമാ. ഇതുണ്ട് കിട്ടിയിട്ടില്ലാണ്ടായിരുന്നെങ്കിലാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്ത് ഈ ഒരു തൗഹീദിനെ ബെൽച്ച ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാണ്ടായിരുന്നെങ്കിൽ നാണിപ്പ ഈ ചൊന്ന ഷിർക്കും ബിദഅത്തും ഖുറാഫാത്തും ഞങ്ങൾ വീണ്ടും ആക്കി വയ്ക്കാത്ത, അത് നേരിട്ട് ഞങ്ങൾ വിശ്വസിച്ചു വയ്ക്കാത്ത ഞങ്ങൾ അതിൽ അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ. അള്ളാഹു ഞങ്ങൾക്ക് ആ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നില്ലേ. എവിടെ ഞങ്ങളുടെ റായത്ത് വലിയ വലിയ പണ്ഡിതന്മാരും വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ ആൾമാരെല്ലാം അങ്കെന്തും കിട്ടാത്തെങ്കത്തെ ഈ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്ത് അള്ളാഹു ഞങ്ങൾക്ക് തന്നല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്തപക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എലാപ്പക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുള്ള എത്രമാ ആൾമാർക്ക്
സ്വന്തം ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബക്ക് പോലും കിട്ടാത്തെങ്കത്തെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ ഈ അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നല്ലേ. അത് കിട്ടിയ ആൾമാര് ഉണ്ട് യഹൂദിമാരെയും നസാറാക്കന്മാരെയും കൾച്ചർ അങ്ങനെ ഫാമിലിക്ക് കൊമ്പെന്നുള്ള ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെ തുടങ്ങിയെല്ലാം. അപ്പൊ അതിൽ നിന്നിട്ട് ഞങ്ങൾ വിട്ടുനിക്കണം. അത് മാത്രമാണ് സാന്ദർഭികമായിട്ട് നെനപ്പാക്കിയത് ടിക്കർ. അയങ്ങളെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ ഹത്താ യഅബുദു അൽ ഔസാൻ, അങ്ങ വിഗ്രഹത്തെ ആരാധിക്കരെ ഒരവസ്ഥക്ക് അങ്ങ് എത്തുറാറ് ചൊന്തു. അത് ഇണ്ട് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ട് ചൊന്നത് ടിക്കർ ഞങ്ങൾ കൂടെ മനസ്സിലാക്കുകയില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കഠിനമായിട്ട് ഏതെല്ല വിഷയത്തെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിറ അത് എല്ലാം ഇണ്ട് മുസ്ലിം ഉമ്മത്ത് ഒന്നല്ല പിന്നൊരു രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ആക്കുക ശ്രമിച്ചുകൊണ്ടു ചൊല്ലതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നാണ് ചൊല്ലക ഉദ്ദേശിച്ചത് സഹോദരന്മാരെ, ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്തുക്ക് അത്രമാത്ര പ്രാധാന്യം ഉണ്ട്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്തുക്ക് അത്രമാത്ര മഹത്വം ഉണ്ട്. ആ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞിട്ട് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുടെ കലിമത്തുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾമാർ ആവണു നങ്ങാ ചൊന്തയിട്ടിക്കറ് നക്കൂടെ നിങ്ങളെ നെനപ്പാക്കുള്ളത്. അതുക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമ ഞങ്ങളെ ഭാഗത്തുണ്ടാവണം. അതുക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമ ഞങ്ങളെ ഭാഗത്തുണ്ടാവണം. അതിനെ ദഅവത്താക്കുക, ഞങ്ങൾ പണിയെടുക്കണം. എന്തൊരാവരും ഞങ്ങളെ കൊണ്ടിട്ടു അല്ലേ. പണ്ഡിതന്മാർ പഠിപ്പാട്ടൊരു വിഷയട്ടിക്കർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്തു, ഫിത്നത്തെ കാലഘട്ടത്തിൽ ദഅവത്ത് ചൊല്ലത് അത് ഫർള് കിഫായ ആയിട്ടിക്കർ, അഥവാ എല്ലാവർക്കും നിർബന്ധമായ ഒന്നല്ല. ഏതെങ്കിലും കുറെ ആൾമാർ ദഅവത്താക്കറുണ്ടായെങ്കിൽ അത് ബാക്കി ഞങ്ങളെ നിന്നിട്ട് ആ ബാധ്യത ഇല്ലാണ്ടവർ മയ്യത്ത് നിസ്കരിക്കുന്ന പോലെ മയ്യത്തര കുലിപ്പാട്ടർ പോലെ എല്ലാവരും മയ്യത്ത് നിസ്കരിക്കൊണ്ടില്ല. കുറെ ആൾമാർ മയ്യത്ത് നിസ്കരിച്ചുണ്ടായെങ്കിൽ ബാക്കിയുള്ളങ്ങൾ നിന്നിട്ട് ആ വാജിബ് ഇല്ലാണ്ടാവും. അതുപോലെ ഇട്ടിക്കറ് ദഅവത്ത് ചൊന്തു ആയെങ്കിൽ അയാൾ ബാക്കി ചൊന്തു ആയെങ്കിൽ ഫൈദ കസുറത്തിൽ ഫിതൻ, ഫിത്തന യാറായിട്ട് ഷിർക്കും ബിദഅത്തും ഖുറാഫാത്തും ഞങ്ങളെ കൺട്രോൾഡ് ആയിട്ട് അപ്പുറം ഉള്ള ഒരു കാലഘട്ടത്തിൽ അത് ഫർള് അയിനായിട്ടിക്കറ് ഓരോരുത്തർക്കും നിർബന്ധമായിട്ടിക്കറ് ദഅവത്ത് ചൊന്തു. ഇണ്ട് ആ ഒരു കാലഘട്ടത്തിലായിട്ടിക്കറ് ഞങ്ങൾ ഉള്ളത്. ഒരാൾ വിചാരിച്ചെങ്കിൽ ഒരു 10 ആള് വിചാരിച്ചെങ്കിൽ ഈ ഷിർക്കറും ബിദഅത്തറയും ഇല്ലാണ്ടാക്കുക സാധ്യയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലരെ പിന്നെ മശിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലരെ ഖുദ്റത്തും എല്ലാം അതിരാട്ടി മേലെ ഇട്ടിക്കറ്. അത് ഞങ്ങൾ ഇണ്ടത്തെ ഇപ്പത്തെ ചരിത്ര അല്ലെങ്കിൽ ഇണ്ട് നടന്നോ ഇല്ല ഞങ്ങൾ നോക്കിയത് സാധ്യമുണ്ട്. ഇണ്ട് ഞങ്ങളെ റായത്ത് ഷിർക്കും ബിദഅത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കറെ എത്ര കോളേജ് ഉണ്ട് ഞങ്ങളെ റായത്ത്. ഔട്ടല്ല ഒരു വർഷം 1000, 2000, 3000 ആൽമാറായിട്ടിക്കറ് ഒരു വർഷം ഈ ഷിർക്കും ബിദഅത്തും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോട്ടിട്ടിട്ട് റിലീസായോണ്ടുള്ളത്. അതേ സന്ദർഭത്തിൽ തൗഹീദ് വടിപ്പാട്ട സ്ഥാപനത്തില ഒരു വർഷത്തിൽ 10 ആൾ 20 ആൾ 30 ആൾ 40 ആൾ മാത്ര ആയെങ്കില ഈ 3000, 4000 ആൽമാർ പ്രചരിപ്പിക്കുന്ന ഷിർക്കും ബിദഅത്തും ഖുറാഫാത്തിനെയും എതിർക്കൂ ഈ 40 ആൾമാരും 50 ആൾമാരെ കൊണ്ട് സാധിക്കരു ചൊല്ലത് ഇട്ടിക്കറ്. അതൊരു 10 വർഷം 20 വർഷം ബാക്ക് നിങ്ങൾ ചരിത്രം എടുത്തു നോക്കറു. ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയെങ്കത്തെ സക്കരിയ സലാഹി റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലെ AP അബ്ദുൽ ഖാദർ മൗലവി അങ്ങനെ കേരളത്തിൽ അറിയപ്പെട്ടെങ്കത്തെ വലിയ വലിയ ഉലമാക്കന്മാർ അങ്ങ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തതായ സന്ദർഭം ആ ഒരു കാലഘട്ടം ഞങ്ങളെ റായത്തുക്ക് തൗഹീദ് വന്ന ആ ഒരു ആ കാലഘട്ടമെല്ലാം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും സാധിക്കും. അയെങ്കില ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദഅവത്താക്കണം. എങ്ങനെ ദഅവത്താക്കണം? അലാ ഖദരി ഇംകാനിഹി, ഓരോരുത്തർക്ക് സാധിക്കുന്ന രൂപത്തിൽ. അപ്പൊ ക്ലാസ് എടുക്കുക അവരങ്ങ് അങ്ങനെ അതേപോലെ ಅದಕ್ಕೆ ഏത് രൂപത്തിൽ സഹായ സഹകാരാക്കുക അവർ ഓരോരുത്തർക്കും അങ്ങ് ആ ഒരു രൂപത്തിൽ ദഅവത്താക്കരെ ചൊല്ലത് ഞങ്ങളെ ബാധ്യത ഇട്ടിക്കർ. അത് ആരെങ്കിലും ഒരു ജണ്ടാലെ ഏൽപ്പിച്ചിട്ട് മുണ്ടതിക്കറല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ബാധ്യത ഉണ്ടു ചൊല്ലത് ഞങ്ങളുടെ മനസ്സിലാക്കണം ഇട്ടിക്കർ. നോക്കൂ, ഞങ്ങളുടെ റായത്ത് വ്യത്യസ്തമായ രൂപത്തിൽ ഈ തൗഹീദിനെ ദഅവത്ത് ഈ തൗഹീദിനെ പ്രചാര ഞങ്ങളെ റായത്ത് അൽഹംദുലില്ലാഹ് ഇന്ന് നടന്നുകൊണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ ബണ്ടതായ മെയ് 3 താരീഖ് 2 തലപ്പാടിയിലെ കേസ് റോഡിൽ വെച്ചിട്ട് ഒരു സലഫി സമ്മേളനം നടക്കും. അത് ഇണ്ട് ഞങ്ങൾ അവിടെ ചർച്ച ആക്കിയതായ വിഷയത്തെ ഒരു വിശാലമായ ഒരു ചർച്ച ഇട്ടിക്കറ് അവിടെ നടക്കുകയുള്ളത്. തൗഹീദ് ഇസ്ലാമിന ബുനാദി ഇത് പ്രവാദികളെ ഹാദി ചൊല്ലുന്ന വിഷയത്തിൽ ഉണ്ട് ഞങ്ങളെ റായത്തിൽ ഈ ഒരു വിഷയത്തെ ഞങ്ങൾ ചർച്ചയാക്കിയുള്ള. അത് അത്ര പ്രാധാന്യം ഉള്ളത് കൊണ്ടായിട്ടിക്കറ്. അതിനെ വിമർശിക്കുന്ന ആൾമാർ എത്രമാ ഉള്ളാർ. ചില ആൾമാർ ചൊല്ലാർ ഇപ്പല്ല ഇങ്ങനത്തെ ടോപ്പിക് അല്ല ഇപ്പൊ എടുക്കണത്. ഇപ്പൊ എടുക്കുക ಬೇರೆ ಬೇರೆ നല്ല നല്ല ടോപ്പിക് എല്ലാം ഉണ്ട്. ഫാസിസമുക്കെതിരെയും അല്ല ഈ പോസ്റ്റർ ഒരു ഗ്രൂപ്പിൽ ഷെയർ ആക്കിയപ്പോൾ ഒരാളുടെ കമന്റ് ആയിട്ടിക്കറ് ഇണ്ട് ഫാസിസമുക്കെതിരായിട്ടിക്കറ് ഞങ്ങൾ പ്രോഗ്രാം ആക്കൊണ്ടായത്. അത് ഞങ്ങളെ ക്യാപ്ഷൻ പറഞ്ഞായത് ഫാസിസമുക്കെതിരായിട്ടിക്കറ് പറഞ്ഞായത്.
മാത്രമ ആ ഫാസിസം ഫിത്തന ഇല്ലാണ്ടാവുന്നുണ്ടായെങ്കിൽ ഈ തൗഹീദര പ്രಚಾರ ಮಾತ್ರ ನಂಗೆ ಹಾಕಿಯಂಗು ಮಯ್ಯಾವು. ഈ തൗഹീദര മാത്രം ഞങ്ങൾ പ്രಚಾರ ആക്കിയെങ്കിൽ അത് ഇല്ലാണ്ടാവും. അപ്പൊ ഈ ഒരു ശീർഷകൽ ഈ ഒരു ടോപ്പിക്കിനെ മുന്നിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാ മെയ് 3 ഞങ്ങൾ റായത്ത് നടക്കുക പോണ്ട്. അപ്പൊ റായത്തുള്ളേ ഞങ്ങളെ കുടുംബത്തങ്ങൾ അവിടെ എത്തുപാട്ടുക ഞങ്ങൾ ശ്രമിക്കണു. ഞങ്ങൾ റായത്തുക്ക് പോണ്ടാണ്ടായെങ്കിൽ ഞങ്ങൾ അവിടെ പോണുക ശ്രമിക്കണു. ಅದಕ್ಕೆ ഞങ്ങൾക്ക് ആക്കുക ഒരു രൂപത്തിലുള്ള എല്ലാ സഹായ സഹകാരവും ഞങ്ങൾ ആക്കണം ഇൻഷാ അല്ലാ. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കളക്ഷനും ഇതെല്ലാം നടക്കും. അത് നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ ചൊന്നത് ഉണ്ട്, തൗഹീദര ദഅവത്ത് ആക്കരുത് എത്രമാത്ര പ്രാധാന്യം ഉണ്ട് ചൊന്ത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും പണിയെടുക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളതായ ഒരു ഡൊണേഷൻ അല്ലെങ്കിൽ ഞങ്ങളതായ ഒരു സംഭാവനരെ ഞങ്ങൾ ആക്കുകൂ, ഞങ്ങൾ ശ്രമിക്കണു ചൊന്തೈಟಿಕರು ഇവിടെ ഞങ്ങൾക്ക് ನೆನಪಾಕುള്ളത്. ಅದರೊಟ್ಟಿಗೆ ಸಹೋದರಮಾರ ഞങ്ങൾ എല്ലാവരും ഈ വിഷയത്തെ ഞങ്ങൾ പഠിക്കണം. ഞങ്ങൾ വിചാരിച്ചോല്ല ನಾನೆಲ್ಲ പഠിച്ചിര. ನಾನು ಇವರು ತೌಹೀದಿಗೆ ಬಂದಿಟ್ಟು ಏಕದೇಶ 20-30 ವರ್ಷ ಆಯ್ತು. ನಕ್ಕು ಗೊಂತಿನ್ನತ್ರ ಬೇರೆ ಆರ್ಗೂ ಗೊಂತಿಲ್ಲ ಅಂಟೈಟಿಕರು ನಂಗೆ ചില ആൾമാർ മനസ്സിലാക്കരുത്. അങ്ങനല്ല. ഈ കഴിഞ്ഞ ഒരു കുറേ തിങ്കൾ മുന്നിൽ മരിച്ചതായ ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് ഹഫിദഹുല്ല, അയാളുടെ കുറേ സ്റ്റുഡൻസ് ചൊല്ലാറ് അയാൾ എല്ലാ വാരത്തിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിരെ കിതാബു തൗഹീദ് ചൊല്ലൊരു കിതാബുണ്ട്. ഞങ്ങൾ കേട്ടിട്ടിക്കോ. ഞങ്ങൾ എല്ലാവരും കിതാബു തൗഹീദ് കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കറ ഞങ്ങൾ പഠിച്ചതല്ലേ കിതാബു തൗഹീദ്, ഞാൻ എന്തെങ്കിലും പഠിக்கிறேன். സാലി ആലു ഷെയ്ഖ് ഹഫിദഹു റഹിമഹുല്ലയുടെ വിഷയം ചൊല്ലത് അയാൾ എല്ലാ വാരവും കിതാബു തൗഹീദ് ഒർക്ക ഓതി തീർത്തോ ಇಂತುಂಟು. എല്ലാ വാരവും ഓതിയതിരമേ എല്ലാ വാരവും അയാൾ എന്താക്കി ಇಂತು ഒന്നെങ്കിൽ കിതാബു തൗഹീദ് അല്ലെങ്കിൽ ಅದರ ഏതെങ്കിലും വിശദീകരണ എല്ലാ വാരവും അയാൾ സ്വന്തം എന്താക്കി ಇಂತು ഓതിയോ ಇಂತುಂಟು. ആറ് ഈ തൗഹീദിക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത ഒരു തൗഹീദിൽ വേണ്ടിയിട്ട് എത്രമാ കിതാബ് എഴുതിയെങ്കിലത്തെ ഒരു വലിയ ആലിം എല്ലാ വാരവും എന്താക്കി ಇಂತು അയാൾ കിതാബു തൗഹീദ് അല്ലെങ്കിൽ കിതാബു തൗഹീദരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അഫ്വാൻ ഹഫിദഹു റഹിമഹുല്ല എല്ലാ വാരവും ഓതി ಉಂಟು. അങ്ങനെ ഇട്ടിക്കറ് നിങ്ങൾ ഊടെ നോക്കൊരു കിതാബ് തൗഹീദ് ചൊല്ലിട്ട് ആ ഒരു കിതാബ് നോക്കൊരു നിങ്ങൾ അതിൽ വെറും ആയത്തും ഹദീസും മാത്രം ഇട്ടിക്കറ ആ കിതാബില്. ആ കിതാബുകു പണ്ഡിതന്മാർ എഴുതിയതായ വിശദീകരണം നോക്കിയെങ്കിൽ 100 ചില്ലറ വിശദീകരണം ആ കിതാബുകു പണ്ഡിതന്മാർ എഴുതിയത് നമുക്ക് കാണുക സാധനം. അത്രയും ശ്രേഷ്ഠമായിക്കൊരു കിതാബായിട്ടിക്കറ്. ഇന്ത്യത്ത് ഒരു വ്യക്തി ഒരു കുറേ വർഷം മുന്നല്ല കിതാബ് തൗഹീദിന്റെ ചരിത്ര ചൊല്ലവിടെ ഞങ്ങൾ ഇന്ത്യത്തെ അഹ്ലദീസിന് ആലിമീങ്ങ ഒരു ചരിത്ര ചൊല്ലാർ. ഇന്ത്യത്തുള്ള ഒരു വ്യക്തി അയാൾ എപ്പോഴും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അയാൾ പറഞ്ഞു അയാൾക്കെന്തും ಗೊತ್ತಿಲ್ಲ ആരാ ചൊന്നറാറ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അങ്ങനെ ആക്കിരി ഇങ്ങനെ ആക്കിര് അങ്ങനെ എപ്പോഴും അയാൾ പറഞ്ഞു. അപ്പൊ ആരാ ഒന്ന് ഹജ്ജിക്ക് വന്ന് പോയ ആൾമാരെന്താക്കിയാറ് കിതാബു തൗഹീദിനെ എടുത്തിട്ട് അതിനെ ബൈൻഡ് പറിച്ചിട്ട് അയാളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താർ. അതിനെ ബൈൻഡെല്ലാം പറിച്ചിട്ട് അയാളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താർ. ഇത് നിങ്ങത്തല്ല ഓതൊരു ചൊന്ന. അപ്പൊ അയാൾ ഇതിൽ ബൈൻഡും ഇല്ല എന്തും ഇല്ല, അയാൾ കിതാബ് ഓദിത്ത് അയാൾ ആ കിതാബ് ഓതിയാൽ പിന്നെ അതിന്റെ വലിയ മഹത്വത്തെ അയാൾ ചൊല്ലുക തുടങ്ങിയത്. ഇത് വല്ലാത്തൊരു കിതാബായിട്ടിക്കറ്. അതിലുള്ള ആശയത്തെ അയാൾ അംഗീകരിക്കുക തുടങ്ങിയിട്ട് അതിന്റെ ആശയത്തെ പ്രചരിപ്പിക്കുക അയാൾ തുടങ്ങിയത്, അതിനെ പ്രചാരാക്കുക അയാൾ തുടങ്ങിയത്. അപ്പൊ അയാളുടെ അടുത്ത് ചൊന്നാർ ഇത് നിങ്ങൾ ഇത്രത്തോളം പറഞ്ഞു എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചൊല്ലുന്ന വ്യക്തി എഴുതിയ കിതാബായിട്ടിക്കരുത്. അപ്പം എന്താക്കിയാർ അയാളുടെ ചൊന്നാറുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ಕೆತ್ತೈಟಿಕರು കിതാബ് തൗഹീദ് ചൊല്ലിയ കിതാബ്. അപ്പൊ ഞാനിവിടെ ചൊല്ലുക ഉദ്ദേശിച്ചത് ഞങ്ങൾ പഠിക്കണു ചൊന്തೈಟಿಕರು. ഞങ്ങൾക്കെല്ല ആയിരം ഞങ്ങളെല്ലാം ക്ലീൻ ആയിരണ്ടല്ല, എത്രമാ ഇനിയും പഠിക്കുന്നുണ്ട്. തൗഹീദിന്റെ വിഷയത്തിലെ ഞങ്ങൾ പഠിക്കാത്തതും പഠിക്കണായതുമുണ്ട്. അപ്പൊ ഞങ്ങൾ പഠിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മക്ക പഠിക്കാർ, ഞങ്ങൾ പിഞ്ഞായിമാർ പഠിക്കാർ, ഞങ്ങൾ ഔത്തങ്ങ പഠിക്കാർ. അപ്പൊ ഞങ്ങൾക്കും ചില ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കുക അവർ. അപ്പം ഞങ്ങൾ എന്താക്കണം പഠിക്കണം. അതായിട്ടിക്കറ് ഞങ്ങൾക്ക് നിങ്ങളുടെ ചൊല്ലുകൊണ്ട് ഞങ്ങൾ പഠിക്കുള്ളേ പിന്നെ സൊല്യൂഷൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പഠിച്ചിട്ട് അതിനെ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണം. ഞങ്ങളെ മക്ക തൗഹീദ് പഠിക്കണായത് മദ്രസയിൽ നിന്നിട്ടല്ല. മദ്രസ ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങളെ മക്കൾക്ക് തൗഹീദ് പഠിപ്പാട്ടി കൊടുക്കണായത് ഞങ്ങൾ ചൊന്ന വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കണം. അത് ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയുണ്ടായി അങ്ങനെ ഇട്ടിക്കറ് ഞങ്ങൾക്ക് കാണുക സാധ്യവരത്. ബുലൂഗുൽ മറാം ചൊല്ലുന്ന ഒരു കിതാബ് അതിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് അതിന്റെ ചരിത്രത്തിൽ കാണാം. മുഹമ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബുലൂഗുൽ മറാം എഴുതിയത് അയാളുടെ മോണു നക്ക് ഫിഖ് പഠിക്കണു ചൊന്തു അയാളുടെ ചൊന്നപ്പോൾ അയാളുടെ മോണുക്ക് പഠിക്കുക വേണ്ടിയിട്ട് അയാൾ എഴുതിയതായ ഒരു പേപ്പർ കൊറിയ പേപ്പറിൽ അയാൾ എഴുതി കൊടുത്തതായ ഒന്നായിട്ടിക്കറ് ബുലൂഗുൽ മറാം ചൊല്ലിക്കത്തെ കിതാബ്. ലോകത്ത് അറിയപ്പെട്ട വലിയ ഒരു കിതാബായിട്ടിക്കറ് ഫിഖ് പഠിക്കുകയുള്ളെങ്കിൽ. അപ്പം അങ്ങനെ ഇട്ടിക്കറ് മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കും. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കും.
ഞങ്ങൾ പഠിച്ചിട്ടിക്കൊണു. അതേപോലെ അള്ളാഹുരട്ട നിരന്തരമായിട്ട് ഈ തൗഹീദിനെ നിലനിർത്തുകയും ഈ തൗഹീദിനെ ഞങ്ങളെ ജീവനത്തിൽ ഇല്ലാണ്ടാവുരെ ചൊല്ല വലിയ ആഫത്തിൽ നിന്നിട്ട് അള്ളാഹുരട്ട രക്ഷ ഞങ്ങൾ എപ്പോഴും കേട്ടോണ്ടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിനെ മനസ്സിലാക്കുകയും ജീവന മരിക്കരോടുത്തോലോ ആ തൗഹീദിനെ ജീവനത്തിൽ കൊണ്ടു നടക്കുകയും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുറേ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ പെടുത്തി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.